Okay, live on. Good evening all. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഫോട്ടോ ജേർണലിസം ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു വേൾഡിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഉള്ള ഒരു കാറ്റഗറി ആയിരിക്കും ഫോട്ടോ ജേർണലിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വളരെ ടഫായിട്ടുള്ള വളരെ ഡെപ്തിലുള്ള ഫോട്ടോ ജേർണലിസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ഏതൊരു ഫോട്ടോഗ്രാഫർക്കും ഏതൊരു ആൾക്കും അവരുടെ ഇമേജ് ഉപയോഗിച്ച് സ്റ്റോറി പറയാൻ കഴിയും. ആ സ്റ്റോറി പറയാൻ പറ്റുന്ന മെത്തേഡ്സ്, അതായത് ഞാൻ ഏതൊക്കെ ടൈപ്പിൽ സ്റ്റോറി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ സക്സസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് എടുത്തിട്ടുള്ള അറ്റംപ്റ്റ് ആണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അത് ശരിയായ മെത്തേഡ് ആണെന്ന് ഞാൻ പറയില്ല, അതൊരു വഴിയാണ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേറൊരു വഴി ഉപയോഗിക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പം കഴിയുന്നതും ഇതിൽ എത്ര പേർക്ക് ഫോട്ടോ ജേർണലിസം ഈ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ വളരെ സോഫ്റ്റ് ആയ രീതിയിൽ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് മാറ്റുകയാണ്. ഒരു പിന്നെ ഫോട്ടോ ജേർണലിസത്തിന്റെ എല്ലാ എത്തിക്സും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ അതിനെ മാറ്റുകയാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്ന പിക്ചേഴ്സ്, ആദ്യത്തെ ഒരു 4-5 പിക്ചേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. കാരണം അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 5 വേൾഡിൽ വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സിനെ ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പിക്ചർ തന്നെയാണത്. പ്രസന്റേഷൻ മോഡിലേക്ക് ആക്കിക്കൂടെ? ഓ ഷുവർ. Any slideshow, start slideshow. Start from the current slide. Okay. Yes. So, ഈ പിക്ചറിന്റെ ഹിസ്റ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം. എപിയുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന നിക്കൂട്ടാണ് ഈ പിക്ചർ എടുത്തതെന്ന് അറിയാം. ആ കുട്ടി കിങ് ഫുക്, പിന്നീട് അതിന്റെ നാപ്പാം ലേഡി എന്ന പേരിൽ ആ കുട്ടി അറിയപ്പെട്ടു. വേൾഡിൽ വിയറ്റ്നാം വാറിന്റെ പിക്ചർ ഡിഫൈൻ ചെയ്തിരുന്നു. അതായത് ഫേസ് ഓഫ് ദ വാർ ആയിട്ടാണ് ഈ പിക്ചർ അറിയുന്നത്. ഇതിനകത്തൊരു അൺനോൺ ഫാക്ടേഴ്സ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ ഫോട്ടോ എടുത്ത കിങ് ഫുക്കിന്റെ ബ്രദർ എപിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത്രം എടുക്കുന്നതിന് ഈ ചിത്രമല്ല, സോറി, ഇദ്ദേഹത്തിന്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്ന ഒരു ആഭ്യന്തര കലാപത്തിൽ പെട്ടിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പോൾ നിക്കൂട്ട് ആ ബ്രദറിന്റെ പിന്നെ മരണശേഷമാണ് എപിയിൽ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപാട് ആഗ്രഹത്തോടുകൂടെ ജോയിൻ ചെയ്യുകയും ഈ ചിത്രം എടുക്കുകയും ഈ ചിത്രം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് ബോംബിട്ട രാജ്യത്തിനെതിരെയാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത്. അപ്പോൾ US പ്രസിഡന്റ് ഈ ചിത്രം ഫേക്ക് ആണെന്ന് വരെ പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഒരു സ്ട്രോങ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർക്കാണോ പിക്ചർ അഫക്റ്റ് ചെയ്യുന്നത് അവരതിനെ ഫേക്ക് ആയിട്ട് തന്നെ ചലഞ്ച് ചെയ്യും. അപ്പോൾ അക്കാലം മുതലേ അത്തരം ഒരു ഫേക്ക് ചലഞ്ച് ഇതിലുണ്ടായിരുന്നു. പിന്നീട് ഈ ക്ലിപ്പിംഗ്സിന്റെ ഈ ചിത്രത്തിന്റെ എല്ലാ ഫുട്ടേജും പിന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടാണ്. അതിന്റെ 1 by 1 ഫ്രെയിംസ് ഫിലിം സ്ട്രിപ്പ് ഒരിക്കലും കള്ളം പറയാൻ പറ്റുന്നതല്ലല്ലോ, അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ആ കുട്ടിയുടെ ക്ലോസപ്സ് എടുത്തിട്ട് അങ്ങനെ ഒരുപാട് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ക്ലീൻ ആവുന്ന തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഫേക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് അതിൽ നിന്നും മാഞ്ഞു പോയിട്ട് ഈ ചിത്രം വീണ്ടും ഫേസ് ഓഫ് ദ വാർ ആയിട്ട് തന്നെ അറിയപ്പെട്ടത്. ഐക്കോണിക് പിക്ചർ. നമ്മളെപ്പോഴും ഇതിനൊരു ഒരു പെർഫെക്റ്റ് പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ
സ്റ്റീവുമായിട്ടൊരു 2-3 വർഷം കണ്ട സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ഞാൻ ഈ പിക്ചറിനെ ഇംപെർഫെക്റ്റ് പിക്ചർ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് സ്മൈൽ ചെയ്തുകൊണ്ട് ചോദിച്ചു, വൈ? ഞാൻ പറഞ്ഞു, താങ്കൾ ഈ പിക്ചർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്യാപിറ്റൽ പെഷാവർ, പാകിസ്ഥാൻ 1984. പിന്നീട് 2002 ഈ ചിത്രം 100 ഇതിൻ്റെ ഒരു കവർ പിക്ചറായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഫിഗറിനെ നമുക്ക് വീണ്ടും അന്വേഷിച്ച് പോകണം എന്നുള്ള, ഈ കുട്ടി ആരാണെന്നുള്ളൊരു തോട്ട് വീണ്ടും ഉണ്ടാവുകയും 17 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോവുകയും ചെയ്തു. ആ സമയത്ത് പോലും, ഈ പിക്ചർ എടുക്കുന്ന സമയത്ത് സ്റ്റീവ് ഇതിൻ്റെ കുട്ടിയുടെ പേരറിയില്ലായിരുന്നു. സോ നമ്മളിപ്പോൾ ഒരാളുടെ ചിത്രം എടുക്കുമ്പോൾ അയാളുടെ പേരറിയില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഇൻഫർമേഷൻ വേണം എന്നാണ് പറയുന്നത്. ഈ ഇൻകംപ്ലീറ്റിന്റെ ബ്യൂട്ടിയാണ് ഈ പിക്ചറിന്റെ സക്സസ്. ഇത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പേരറിയാത്ത ഏതോ ഒരു 2 രാജ്യങ്ങളുടെ ബോർഡറിൽ, എങ്ങോട്ട് വേണമെങ്കിലും ആ കുട്ടിക്ക് പോകാമായിരുന്ന ഒരു ബോർഡറിൽ വെച്ചിട്ടാണ് സ്റ്റീവ് ഈ കുട്ടിയെ കാണുന്നത്. അപ്പം ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നറിയില്ല. ഇതേ ഫീച്ചേഴ്സ് ഉള്ള ഒരുപാട് കുട്ടികൾ അവരുടെ ഒരു ഫേസ് കട്ട് കണ്ടാൽ അറിയാം, അതുപോലുള്ള ഒരുപാട് ഫേസസ് ഉണ്ട്. ഈ ഇൻകംപ്ലീറ്റിന്റെ ബ്യൂട്ടിയാണ് ഈ പിക്ചറിന്റെ പിന്നിലുള്ള സ്റ്റോറി. അദ്ദേഹം ഈ കുട്ടിയെ കണ്ടെത്താനായിട്ട് പലരുടെയും സഹായം തേടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ റോങ് ആയിരുന്നു. എന്നോട് പറഞ്ഞത്, ദേ ജസ്റ്റ് വാണ്ട് ടു ട്രൈ ടു ഹെൽപ്പ് മീ, എൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ എൻ്റെ അറ്റംപ്റ്റിൽ അവർക്ക് സഹായിക്കണം എന്നുണ്ട്, പക്ഷെ അവർ തരുന്ന ഇൻഫർമേഷൻസും ആളുകൾ മുഴുവൻ റോങ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഈ കുട്ടിയോട് ഇവർ ഒരുപാട് പേരെ കണ്ടു, ആ കണ്ട ആളുകൾക്കൊന്നും ഇദ്ദേഹം ഇങ്ങനെ ചിത്രം എടുത്തായിട്ട് ഓർമ്മയില്ല. ഇദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് ഇതൊരു സ്കൂളാണെന്നും ഇന്ന സ്ഥലത്താണ് എടുത്തതെന്നും ഒക്കെ നല്ല ഉറപ്പുണ്ട്, പക്ഷെ അത് പിന്നെ കണക്ട് ചെയ്യുന്ന ഒരാളിനെ കിട്ടിയിട്ടില്ല. പിന്നീട് ഈ കുട്ടിയെ കാണുമ്പോൾ, ഈ കുട്ടിയെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഹിസ്റ്ററിയാണ്. ഈ കുട്ടിയെ കാണുമ്പോൾ ഇതിന്റെ പിക്ചർ ഈ ആള് തന്നെയാണ്, ഈ ലേഡി തന്നെയാണ് മുമ്പ് എടുത്ത കുട്ടിയെന്ന് കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് FBI ആണ് യൂസ് ചെയ്തത്. FBIയുടെ, അമേരിക്കയുടെ ഏറ്റവും വലിയ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഐറിസ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഇത് രണ്ടും ഐഡന്റിക്കലായ ഒരാൾ തന്നെയാണ് എന്നാണ് ഉറപ്പുവരുത്തിയത്. അപ്പം നമ്മൾ ചിത്രം എടുക്കുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻസ് എല്ലാം, മീൻസ് ഈ കുട്ടിയുടെ പേരുണ്ടായിരുന്നു, അത് ഇവിടെയാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ അത് വളരെ പാസീവായിട്ട്, വളരെ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് പോർട്രേറ്റുകൾ, ഒരുപാട് യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഒരുപാട് റെഫ്യൂജി ക്യാമ്പിൽ കണ്ട് നമ്മൾ പാസ് ചെയ്ത് കളയുന്ന പോലത്തെ ഒരു ചിത്രമായി പോകുമായിരുന്നത്. ഇത് ഇൻകംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ സംസാരിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് മാറിയത്. സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ കുറയ്ക്കണോ? ഫൈൻ. ഇതാണ് ആഫ്റ്റർ 30 years, 17 yearsൽ പിന്നെ ഷർബത്ത് ഗുളയുടെ പിക്ചർ. ഇത് ഗാന്ധി അസാസിൻ ചെയ്യപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എടുത്ത പിക്ചറാണ്. ഫോട്ടോ ജേർണലിസ്റ്റിന്റെ ഫാദർ ഓഫ് ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്ന ഹെൻറി കാർട്ടിയർ ബ്രസൻ ആണ് ഈ പിക്ചർ എടുത്തത്. ഇദ്ദേഹം ഈ ചിത്രം എടുത്ത് മണിക്കൂറുകൾക്കകം അദ്ദേഹം വീണ്ടും ഷൂട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളാണ്. അത്രയും ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ചിത്രത്തിന്. ഹെൻറി കാർട്ടിയർ ബ്രസൻ. നമ്മൾ ഒരുപാട് കാത്തിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു. ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു ഇലക്ഷന്റെ ഫലം ഒരൊറ്റ ചിത്രത്തിലൂടെയാണ് കൺവേ ചെയ്തത്. AP ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രം എടുത്തത്. നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഈ ഇദ്ദേഹം തോൽക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ ഫലം വരുന്ന പത്രങ്ങളുടെ ഹെഡ്ലൈൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര പേർക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഇറ്റ്സ് സോ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജാണ്. ഇത്രയാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് ഇന്റർനാഷണൽ പിക്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.
ഫോട്ടോ ജേർണലിസം ബേസിക്കലി എത്ര ഞാനത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഒരു ചിത്രം ഉപയോഗിച്ച് ഒരു സ്റ്റോറി പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഫോട്ടോ ജേർണലിസം. പക്ഷെ ആ സിമ്പിൾ എന്ന് പറയുന്നതിന് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൻ്റെ മെയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോണസ്റ്റിയാണ്. ചെറിയ ചില ഫാക്ച്വൽ എറേഴ്സ്, ചെറിയ ചില ഡിസ്റ്റോഷൻസ് ആ സബ്ജക്റ്റിൻ്റെ സത്യസന്ധത മാറ്റുന്നല്ല, ആ സംഭവത്തിൻ്റെ ഡയമെൻഷൻ തന്നെ മാറ്റിക്കളയും. സോ ഇതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് ഹോണസ്റ്റിയാണ്. ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു മീറ്ററാണ് ഹോണസ്റ്റി. ആ ഹോണസ്റ്റിയാണ് ഫോട്ടോ ജേർണലിസത്തിൻ്റെ ബേസിക്. ജസ്റ്റ് ഇപ്പം ഒരുപാട് ഫോട്ടോ ജേർണലിസത്തിനെ കുറിച്ച് പലരും പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു ആരോപണം എന്നല്ല, അവർ പറയുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ പഠിക്കുന്ന ഒരുപാട് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബ്യൂട്ടി ആസ്പെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ആയ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഫോട്ടോ ജേർണലിസത്തിൽ എന്തുകൊണ്ടാണ് അപ്ലൈഡ് ആവാത്തതെന്ന് അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പല പിക്ചേഴ്സും, അല്ലെങ്കിൽ പലപ്പോഴും ഫോട്ടോ ജേർണലിസ്റ്റുകൾ എടുക്കുന്ന പിക്ചേഴ്സിൽ പറയുന്ന റൂൾസിൻ്റെ കോമ്പോസിഷൻസ് കാണാറില്ല, ഗ്രേഡിങ്ങിൻ്റെ അതിൻ്റെ സെപ്പറേഷൻസ് കാണാറില്ല. അങ്ങനെ ലാക്ക് ഓഫ് എലമെന്റ്സ് നിങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണോ എന്നെ അടുത്ത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു കോസ്റ്റൽ ഏരിയയിൽ ഒരു കടൽ ഷോപ്പ് ഉണ്ടാവുകയാണ്. അപ്പം ഞാൻ ഒരു ഉച്ച കഴിയുമ്പോഴാണ് അവിടെ എത്തുന്നത്. ഞാൻ എടുക്കുന്ന പിക്ചേഴ്സ്, അവിടെ മുഴുവൻ വീടുകൾ തകർന്നു കിടക്കുന്നു, കംപ്ലീറ്റ് ഡാമേജ് ആണ്. ഇൻ എ സെൻസ് ഫോട്ടോഗ്രാഫിയുടെ പല റൂൾസും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറാണ്. ഫ്രെയിം ത്രൂ എ ഫ്രെയിം അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ടോണൽ വേരിയേഷൻസ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ഹൈലൈറ്റ്, മിഡ് ടോൺസ്, ഷാഡോസ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു ന്യൂസ് പേപ്പറിന് വേണ്ട ഒരു ഹ്യൂമൻ എലമെന്റ്, ഈ ഹ്യൂമൻ എലമെന്റ് ആണ് നമ്മുടെ വായനക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ്. ഏത് ന്യൂസ് ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഒരു ഹ്യൂമൻ എലമെന്റ് ആ ചിത്രത്തിൽ ഇല്ലെങ്കിൽ അയാൾ ആ ഹ്യൂമൻ എലമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. കാരണം അയാളെ സംബന്ധിച്ച് ഹ്യൂമൻ എലമെന്റ് ഇല്ലാത്തൊരു ചിത്രം വളരെ ബുദ്ധിമുട്ടാണ് അത് കൺവേ ചെയ്യാനായിട്ട്. ഒന്നാമത് അതൊരാളുമായിട്ട് കണക്ട് ചെയ്യാൻ, അതൊരു ചിത്രത്തിന് അതിന്റെ പ്രപ്പോർഷൻ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ഈ ആളില്ലെങ്കിൽ ഇതൊരു ചെറിയ കുടിലാണോ, അതൊരു വലിയൊരു ഗോഡൌൺ ആണ്, ഇതൊന്നും നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ വീടാണെന്ന് മനസ്സിലാക്കാനായിട്ട് ആ ആളിന്റെ പ്രപ്പോർഷൻ ഒരുപാട് സഹായിക്കും. സോ ഞാൻ അദ്ദേഹത്തെ എന്നോട് കംപ്ലൈന്റ് അല്ല, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഈ ചിത്രം കാണിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, യാ ഇറ്റ്സ് ഗുഡ്, റെയർ ആയിട്ടാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ചിത്രം എടുക്കുന്നത് ഒരു 4 മണി 4:30 വളരെ മിസ്റ്റുള്ളൊരു സമയമാണ്. ദെൻ ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് പോകുന്ന സമയത്താണ് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എനിക്ക് തോന്നുന്നു ട്രൈഎക്സ് പിന്നെ കൊഡാക്കിൻ്റെ ഫിലിമിലാണ് എടുക്കുന്നത്. വല്ലാതെ മിസ്റ്റ് വന്നു, അപ്പോൾ ഫോഗിയ വന്നു, വല്ലാതെ ഫോഗിയ വന്നു, മിസ്റ്റ് അല്ല ഫോഗിയ വന്നു. സോ എനിക്ക് വിസിബിലിറ്റി ഇങ്ങനെ പിക്ചേഴ്സിൻ്റെ ഒന്നും സ്ട്രോങ് ആയ ഒരു പിക്ചേഴ്സ് കിട്ടുന്നില്ല, വല്ലാതെ ഇങ്ങനെ മിസ്റ്റ് ആവുന്നു. അപ്പം ഞാൻ തിരിച്ച് ഒന്നാമത് ഈവനിങ് ആണ്, തിരിച്ച് പോകാമെന്ന് കരുതി നോക്കുമ്പോഴാണ് ദൂരെ ഒരു വീട് കാണുന്നത്. ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പൊളിഞ്ഞ വീട് തന്നെയാണ്, പക്ഷെ ആ പൊളിഞ്ഞ വീടുകളുടെ പിക്ചേഴ്സ് ഒരുപാടുണ്ടെങ്കിലും ഞാൻ വീണ്ടും അവിടേക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കുറെ കൂടെ ഹ്യൂമൻ എലമെന്റ് ഉണ്ട്. ഡാമേജ് ആയ വീടാണ്. കടൽ കാണാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ ഒരു ഇമോഷൻ ഒന്ന് നോക്കും. നേരത്തെ ആ മുമ്പ് കാണിച്ച ഫോട്ടോഗ്രാഫിൽ ഉണ്ടായിരുന്ന പല എലിമെന്റ്സും ഇതിനകത്ത് ലൂസ് ചെയ്തിട്ടുണ്ട്, ഈ ചിത്രത്തിലില്ല. പക്ഷെ ഫീൽ വൈസ് നമ്മളെ കൂടുതൽ ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ ഉണ്ടാക്കാൻ ആ മുമ്പത്തെ ചിത്രത്തെക്കാൾ കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല സമയത്തും ചിത്രങ്ങൾ എടുക്കുന്ന പല സമയത്തും നല്ല, ഞാൻ പലപ്പോഴും ഈ പറയുന്ന റൂൾസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓർക്കാറില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, എൻ്റെ ചിത്രങ്ങളിൽ വരുന്ന മിസ്റ്റേക്കുകൾ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ പിന്നീട് കണ്ടുപിടിക്കുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. ബട്ട്
എവറി മൊമെന്റ് ഞാൻ അങ്ങനെ ആ റൂള് ശരിയല്ലല്ലോ, ഈ റൂള് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യാനായിട്ട് മടിക്കാറില്ല. ഐ ജസ്റ്റ് ഗോ ഫോർ ദി ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. Strength of a picture. There is no good picture or bad picture. നമ്മൾ എപ്പോഴും പറയാറില്ല അതൊരു ഗുഡ് പിക്ചർ ആണ് അല്ലെങ്കിൽ അതൊരു ബാഡ് പിക്ചർ ആണെന്ന് പറയില്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെ കാണുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് പിക്ചർ ഓർ എ വീക്ക് പിക്ചർ. ഇറ്റ്സ് ഈക്വലി ഗുഡ്. എല്ലാം ഈക്വലി ഗുഡ് ആണ്. ഒരു കണ്ണിൽ കൂടെ അല്ലെങ്കിൽ വേറൊരു കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് ഓൾ ഈക്വലി ഗുഡ്. പക്ഷെ അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു. AYF അവര് വൈദ്യുതി ചാർജിനെതിരെ അവര് സമരം ചെയ്യുക. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാണ് സമരം ചെയ്യുന്നത്. റോഡ് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് റോഡിന്റെ മുന്നിൽ വെച്ചിട്ട് സമരക്കാരെ പോലീസ് തടയുന്നു. അതിൽ 4-5 ആളുകൾ വളരെ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ കോമ്പൗണ്ട് വാളിൽ ചാടി അകത്ത് കയറുന്നു. അത് ഒട്ടും പ്ലാൻഡ് അല്ല, വളരെ കാമായിട്ട് വന്നൊരു ഒരു സമരമാണ്. അപ്പോൾ ഈ 4-5 സമരക്കാരെ അകത്ത് കയറിയപ്പോൾ പോലീസ് ആകെ പാനിക്കായി. പോലീസും അകത്ത് കയറി, ഞാനും അകത്ത് കയറി. അപ്പോൾ ഏറ്റവും രസകരമായ സംഭവം, ഇലക്ട്രിസിറ്റി വർധനവിനെതിരെയാണ്, ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിനെതിരെയാണ് സമരം. പക്ഷേ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പിന്നെ കറണ്ട് ഇല്ല. നമ്മൾ ഈ ഉച്ചയ്ക്ക് നല്ല വെളിച്ചത്ത് നിന്ന് ഇരുട്ടിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അറിയാലോ. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പൊ എന്തിനാണ് നമ്മൾ ഉച്ചയ്ക്ക് റോഡ് സൈഡിൽ നടക്കുന്ന എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു റോഡ് സൈഡ് പിക്കറ്റിംഗ് എടുക്കാനായിട്ട് എന്തിനാണ് ഫ്ലാഷ് കൊണ്ടുപോകുന്നത്? ഞാൻ എപ്പോഴും ഫ്ലാഷിനെതിരായ ഒരാളാണ്. പക്ഷെ ഞാനതൊരു ലക്ഷറി ആയിട്ട് ഞാൻ ഒരാവശ്യത്തിന് അത് ഉപയോഗിക്കാതെ പലപ്പോഴും ആവശ്യം വരുമ്പോൾ അതിന് പ്രയോജനം കണ്ടെത്താറുമില്ല. അതിനകത്ത് ബാറ്ററി ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ഫുള്ളി ഇരുട്ടാണ്. എവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കാം, അടിക്കുന്ന ശബ്ദം കേൾക്കാം. എന്നെ കാണാത്തതുകൊണ്ടാണ് എനിക്ക് അടി കിട്ടാത്തതെന്ന് അറിയില്ല. എപ്പോഴും ഞാൻ ഫ്ലാഷ് വെച്ചിട്ട് ഇറ്റ്സ് ഒരു AF അന്ന് എല്ലാം പിന്നെ മാനുവൽ ക്യാമറാസ് ആണ്. എങ്ങനെയോ ഒരു മൂവ്മെന്റ്സ് നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് ഞാൻ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ഫയർ ചെയ്യുമ്പോൾ മാത്രം ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എവിടെയാണ് ആളെന്ന് മാത്രം എനിക്ക് അറിയാൻ പറ്റും. 4-5 പിക്ചേഴ്സ് എടുത്തപ്പോഴേക്കും ഈ ഫ്ലാഷിന്റെ സോഴ്സ് വരുമ്പോഴേക്കും പിന്നെ നമുക്കറിയാം, പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്യണം. അതാണ് കുറച്ചുകൂടെ ഒരു നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലത്. ദെൻ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമരം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പാർട്ടിയിൽപ്പെട്ട ആളുകൾ വളരെ വിചിത്രമായൊരു ആരോപണം ഉന്നയിക്കുന്നത്, പോലീസ് ഹോക്കി സ്റ്റിക്കിന് അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ പോലീസ് അതിന്റെ വേർഷൻ പറഞ്ഞു, ഹോക്കി സ്റ്റിക്ക് എന്ന് പറയുന്നത് പോലീസിന്റെ ടൂളല്ല. പക്ഷെ എൻ്റെ ഫിലിം ഞാൻ എക്സ്പോസ് ചെയ്യുമ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ആ കാഴ്ച കണ്ടിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഒരു ട്രേസ് പോലെ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അടിക്കാത്ത പോലീസിന്റെ കയ്യിൽ ഹോക്കി സ്റ്റിക്ക് വരുന്നതെന്നുള്ളൊരു ഒരു 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 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. അപ്പോൾ പോലീസ് ഹോക്കി സ്റ്റിക്കിന് അടിച്ചില്ല എന്ന് പറയുന്ന ഒരു വാദം അവിടെ പൊളിയാണ് ചെയ്തത്. ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടെ. സോ സ്ട്രെങ്ത് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്, ഇത് എത്ര വാർത്തകളിലൂടെ എന്തൊക്കെ ടെക്സ്റ്റിലൂടെ നമ്മൾ ഇത് എഴുതിയാലും ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്ചർ. ഇതിന് താഴെ ഇനി എന്ത് വാക്കുകൾ കൊണ്ടും എന്ത് ഗിമിക്സ് കൊണ്ടും കാര്യമില്ല. അവർ പോലീസ് ഹോക്കി സ്റ്റിക്കിന് അടിച്ചു, അറ്റ്ലീസ്റ്റ് ഹോക്കി സ്റ്റിക്ക് പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൂടെ ഒരു പ്രൂഫ് ഉണ്ട്. അടിക്കുന്ന ഒരു ചിത്രം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത് അടികൊള്ളുന്ന ഒരു ആളിന്റെ ഒരു പ്രൈവസി നമ്മൾ കാണിക്കണമല്ലോ, അത് മാനിക്കണമല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ആ പിക്ചർ ഷോക്കേസ് ചെയ്യാത്തത്. ഇത് അടിക്കുന്ന പിക്ചർ തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ സംഭവം കഴിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ റോഡിൽ അറ്റാക്ക് നടക്കുകയാണ്. അത് കുറേ സമയമായിട്ട് പോലീസിന്റെ നേരെ പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട്, അവർ തിരിച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. അതിങ്ങനെ കഴിഞ്ഞു അതിങ്ങനെ മൈൽഡായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് പോലീസിനെ കല്ലെറിഞ്ഞിട്ട് പാർട്ടി ഓഫീസിലേക്ക് കയറി. അപ്പം എൻ്റെ ഓർമ്മയിൽ പോലീസ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് അകത്ത് കയറിയിട്ട് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കയറുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ
പോലീസ് അവിടെ കയറിയിട്ട് അവിടെ കിടന്നിരുന്ന കാറുകളൊക്കെ അടിച്ചു പൊളിച്ചു. കാറുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രവർത്തകരെല്ലാം പാർട്ടി ഓഫീസിന്റെ അകത്ത് കയറി വാതിലടച്ചു. അപ്പം ഈ പിക്ചേഴ്സ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഫിലിം ക്യാമറയുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള മോട്ടോർ ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ നന്ദേട്ടനൊക്കെ അറിയാൻ പറ്റും, ആ MD-12 മോട്ടോർ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് അറിയാൻ പറ്റും. കാരണം ഇത്ര സൗണ്ട് ഉള്ളൊരു ഷോട്ട് വരെയില്ല. നമ്മൾ ചുറ്റും നിൽക്കുന്നവർ പിന്നെ അനങ്ങുന്ന പോലത്തെ ഒരു ശബ്ദമാണ്. അപ്പോൾ എനിക്ക് മോട്ടോർ ഡ്രൈവില് പിക്ചർ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ലാത്തി ചാർജിന്റെ പിക്ചേഴ്സ് എല്ലാം അതിലാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഈ എന്താണ് വളരെ വിസിബിൾ ആയിരിക്കുകയും നമ്മൾ ഇൻവിസിബിൾ ആവുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ സ്ഥലത്ത് വേണ്ടത്. നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും നമ്മൾ ആ സ്പോട്ടിലേക്ക് നമ്മുടെ പ്രസൻസ് അറിയിക്കുകയാണ് പല ആളുകളും ചെയ്യുന്നത്. പല ആക്ടിവിറ്റി കൊണ്ടും, പല നമ്മുടെ ജസ്റ്റേഴ്സും ഉണ്ട്, നമ്മുടെ മൂവ്മെന്റ്സും ഉണ്ട്, നമ്മുടെ പല കാര്യങ്ങളുകൊണ്ടും നമ്മുടെ പ്രസൻസ് അവിടെ അറിയിക്കും. നമ്മുടെ പ്രസൻസ് അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം. ജസ്റ്റ് ഗോ ഇൻ, നമുക്ക് വേണ്ട സാധനം കാണുക, അതെടുക്കുക, അതേപടി നമ്മൾ നേരെ തിരിച്ചു വരിക. ഞാൻ ഒരു കാര്യത്തിലും ഇടപെടാനും മറ്റു കാര്യങ്ങൾക്കും പോവാതെയാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഈ സമയത്ത് ഇത് വളരെ റിസ്ക്കിയാണ്. കാരണം ഒരു പോലീസ് പോലും എന്നെ കണ്ടിട്ടില്ല അവിടെ. എന്നാൽ ചുറ്റും എൻ്റെ കൂടെ പോലീസ് ഉണ്ട്. അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഞാൻ എൻ്റെ മോട്ടോർ ഡ്രൈവ് ഓഫ് ചെയ്തു. എനിക്ക് കണ്ണിലൂടെ നോക്കിയിട്ട് ഷോട്ട് എടുക്കാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ് ഫീറ്റ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ഫീറ്റ് അകലെയാണ്, ഇത്ര മീറ്റർ അകലെയാണ് ഈ പിന്നെ കാറ് കിടക്കുന്നത്. ജസ്റ്റ് ഒരു ബ്ലൈൻഡ് ഫോക്കസ് വെച്ചിട്ട്, നമ്മൾ ബ്ലൈൻഡ് ഷോട്ട് എന്ന് പറയുമല്ലോ, നമ്മൾ മറ്റേ മാവിലെറിയുന്ന പോലെ ഒരു ഏറാണ്. അപ്പോൾ കറക്റ്റ് ആദ്യത്തെ ഒരു ഗ്ലാസ് അടിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അടുത്ത ടൈമിംഗ് ഉണ്ട്, ഇദ്ദേഹം ബാക്കിലേക്ക് വന്നിട്ട് വീശി അടിക്കുന്ന ആ ഒരു ടൈമിങ്ങിലാണ് ഞാൻ പിന്നെ ക്ലിക്ക് ചെയ്തത്. ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ഒരു പിക്ചർ ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല. ജസ്റ്റ് വണ്ണേ ഉള്ളൂ. കാരണം അടുത്ത ഓപ്ഷന് ഞാൻ അവിടെ നിന്ന് മാറണം. ഞാൻ ആ പൊസിഷനിൽ നിന്ന് മാറി ഞാൻ വീണ്ടും അവിടെ പെർഫെക്ഷന് വേണ്ടി പോയി നിന്നാൽ അത് വലിയ അപകടത്തിലേക്ക് വരും. സോ അന്നത്തെ വൈകുന്നേരത്തെ പിന്നെ പ്രസ് കോൺഫറൻസിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറി ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ചു, ഞങ്ങളുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തു. പോലീസ് പറഞ്ഞു ഇല്ല, ഇത് സമരക്കാർ ചെയ്തതാണ് എന്ന് പറയുന്നു. പിറ്റേ ദിവസം പോലീസിന്റെ വേർഷൻ ബ്രേക്ക് ആവുകയാണ്. അവർ അങ്ങനെ ചെയ്തു എന്നുള്ളത് പിക്ചറിലൂടെ തന്നെ പുറത്തു വരികയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുകയും പേടിക്കുകയും, പേടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യാറില്ല. പക്ഷെ ഞാൻ മുൻകൂട്ടി ഒരു മൊമെന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും എന്തിനാ ഈ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്, അതങ്ങ് ഒഴിവാക്കി അത് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷെ ഈ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പല മൊമെന്റ്സും വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് വീണ്ടും നമ്മൾ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അവിടെ പോയി നിൽക്കും. ഒരു 10 പ്രാവശ്യം നമ്മൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 3 ഒക്കെ ആയിരിക്കും സംഭവിക്കുക. ഈ സംഭവിച്ച് കഴിയുമ്പോഴുണ്ടാവുന്ന ബാക്കി എത്രയോ പ്രാവശ്യം നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞാലും ഈ സക്സസ് ആവുന്ന സമയത്തുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഫോർ എക്സാമ്പിൾ, ദുബായിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി ഉള്ള ദുബായിലല്ല, വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി ഉള്ള ഒരു സ്പോർട്സ് ഇവന്റ് ആണ് ദുബായ് വേൾഡ് കപ്പ്. അപ്പം വേൾഡ് കപ്പിന്റെ തൊട്ട് 3 or 4 ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തു നിന്ന് പല സ്ഥലത്തു നിന്ന് വരുന്ന ഹോഴ്സസ് അവിടെ പ്രാക്ടീസ് നടത്തും. ഇത് വെളുപ്പിന് 4:30-5 മണിക്ക് പ്രാക്ടീസ് തുടങ്ങിയാൽ നമ്മുടെ മോർണിംഗ് ലൈറ്റ് വീഴുന്ന സമയത്ത് ഇവർ പ്രാക്ടീസ് നിർത്തും. കാരണം കുതിരകൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള, അവർക്കൊട്ടും പിന്നെ വെയിൽ കൊള്ളിക്കാതെയും അതൊട്ടും ടയർഡ് ആകാതെയൊക്കെ വളരെ കെയർ ചെയ്തിട്ടാണ്. ഒരു മനുഷ്യനെ കെയർ ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടിയാണെന്ന് അറിയാമോ ഒരു കുതിരയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യാൻ പോകുന്ന കുതിരയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എഫേർട്ട്. സോ നമ്മളിങ്ങനെ ലാസ്റ്റ് റൗണ്ട് വരുന്നേ ഉള്ളൂ. ലാസ്റ്റ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹോഴ്സിന്റെ മെയിൻ സ്റ്റാർസ് ഒക്കെ ഓൾറെഡി നേരത്തെ പോയി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് വരുന്നു. ഓൾറെഡി എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ ജോബൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇനി മതി, മീൻസ് ഓൾമോസ്റ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്ന റേസ് ട്രാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്ലീൻ ആണ്. അവിടെ ഒരു ഫോറിൻ പാർട്ടികൾ പോലും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലെൻസ് ക്യാപ്പ് താഴെ വീണ് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു പാർട്ടിക്കിൾ, ഒരു സാധനം കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാച്ച് ചെയ്യാൻ, നമ്മൾ എന്തൊക്കെ റൂൾസ് പാലിക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാഫ് ഉണ്ട്.
നമ്മൾ ആ റേസ് ഓരോ റേസ് പിന്നെ കഴിയുമ്പോഴും നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ മീഡിയ റൂമിലേക്കോ അല്ലെങ്കിൽ പെഡോക്കിലേക്കോ തിരിച്ചു വരണം. അനാവശ്യമായിട്ട് ഒരാളെ പോലും ട്രാക്കിൽ അവർ നിർത്തില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ബാഗ് തുറക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ട്രൈപോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ മറ്റേ മെറ്റൽ പീസസ് ഉണ്ട്. ഇതെല്ലാം അവിടെ താഴെ വീണ് കഴിഞ്ഞാൽ ഇതിന്റെ ഇഞ്ചുറി അവർ സേഫ്റ്റി വളരെ വാല്യൂ ചെയ്യും. സോ അവിടെ എല്ലാം വളരെ ക്ലീൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷെ ഞാൻ കണ്ടത് അന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റിൽ ഒരു പ്ലാസ്റ്റിക് കിറ്റ്, അത് എവിടെ നിന്നാണ് പ്ലാസ്റ്റിക് കിറ്റ് വന്നതെന്ന് അറിയില്ല, ഒരു പ്ലാസ്റ്റിക് കിറ്റ് ഇങ്ങനെ പറന്ന് വന്നിട്ട് ഈ ട്രാക്കിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് കാണുന്നത്. ഇപ്പൊ കുതിര പിന്നെ നമ്മൾ പറയില്ലേ കുതിര കാണുന്ന പോലെ എന്ന് പറയില്ല, കുതിരയുടെ 2 കണ്ണിന്റെ ഇത്രയും പോർഷൻ മാത്രം അവരിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ മാത്രമേ അത് കാണുന്നുള്ളൂ, അത് ഓടുന്ന ട്രാക്ക് മാത്രമേ അത് കാണുന്നുള്ളൂ. പെട്ടെന്നാണ് ഇതിന്റെ മുന്നിലേക്ക് ഈ പ്ലാസ്റ്റിക് കിറ്റ് വന്നിട്ട് ആ കിറ്റങ്ങ് പറന്നുപോയി. പക്ഷെ കുതിര ആദ്യമായിട്ടാണ്, കുതിര ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഓടി വരുമ്പോൾ ഒരു തടസ്സം അതിന്റെ മുന്നിലേക്ക് പറന്നു വരും. അടുത്ത സെക്കൻഡിൽ ഈ ജോക്കി എടുത്തിട്ട് തെറിപ്പിച്ച് കളയും. അത് ഈ പ്ലാസ്റ്റിക് കിറ്റ് വരുന്നതും ഈ ജോക്കി വീഴുന്നതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതൊരു വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു കിറ്റ് പറന്നു വരാൻ എത്ര സമയം വേണം? പക്ഷെ അങ്ങനെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് നമ്മൾ കാണുമ്പോൾ സംതിങ് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ബി പ്രിപ്പയർഡ്. നമ്മൾ നേരത്തെ വെച്ചിരുന്ന എല്ലാ മോഡും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. നേരത്തെ നമ്മളെടുത്ത് ഒരുപക്ഷെ ഭയങ്കര സണ്ണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര സിലൗട്ട് പിന്നെ പിക്ചേഴ്സ് ആയിരിക്കാം. സോ നമ്മൾ എടുക്കാൻ പോകുന്ന ഷോട്ടിന് ക്യാമറ റെഡിയാക്കുക എന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു മൊമെന്റ് മിസ്സാവാതെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പിക്ചറിന്റെ സ്ട്രെങ്ത്, ഈ ഇത്തരം ആന്റിസിപ്പേഷൻസ് വീണ്ടും സക്സസ് ആവുന്ന സമയത്താണ് വീണ്ടും നമ്മൾ ആന്റിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും നമ്മൾ ഇല്ല നമുക്കിനിയും കൂടുതൽ നമ്മൾ എന്താ പറയുക, ഒരു ജാഗ്രത ഉണ്ടാവുന്നു എന്ന് പറയില്ല. ഓരോ കാഴ്ചകൾക്കും ഓരോ കേൾവിക്കും ഓരോ മൊമെന്റിനും നമ്മളിങ്ങനെ ഒരു ജാഗ്രത കൊടുക്കുന്നത് ഇത്തരം പിക്ചറിന്റെ സക്സസ് ആണ്. ഇനി ഇത് ഫെയിലിയർ ആയി എന്ന് വിചാരിക്കും. ആ പ്ലാസ്റ്റിക് കിറ്റ് വന്നു, ആ കുതിര ഓടിപ്പോയി, അതിനൊന്നും പറ്റിയില്ല, കിറ്റും പറന്നുപോയി, ഞാനും നേരെ പോരും. പക്ഷെ ഈ പറയുന്ന കീൻ ഐ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്, അത് എപ്പോഴും ഇൻബോൺ നമുക്ക് അതിങ്ങനെ കീപ്പ് ചെയ്യാനായിട്ടുണ്ടാവണം. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ലേസി ആവും. പിന്നീട് ഈ പ്ലാസ്റ്റിക് കിറ്റ് വരുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് വരും. ഇനി കണ്ടാലും നമുക്ക് ചിത്രം എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ഈ ഒരു നമ്മളെ തന്നെ ചലഞ്ച് ചെയ്തിട്ട് നമുക്കുണ്ടാക്കിയിരുന്ന ഒരു പ്രഷറുണ്ട്. അത് ചെയ്യണം, അത് കാണണം, അത് നോക്കണം എന്ന് പറയുന്ന ഒരു ചലഞ്ചിൽ നിന്നാണ് പല പിക്ചേഴ്സും ഉണ്ടാകുന്നത്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാനില്ല, ഇത് പല ഒബ്സർവേഷനിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. ഇത് വേൾഡ് കപ്പിലെ റേസാണ്. വേൾഡ് കപ്പിലെ റേസിൽ വളരെ ദൂരെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹാഫ് എത്തുമ്പോഴേക്കാണ് ഇത് വീഴുന്നത്. അപ്പോൾ പലരും ഫിനിഷിംഗ് പോയിന്റിൽ ഒരു കുതിര ഒറ്റയ്ക്ക് ഓടി വരുന്നത് കണ്ടിട്ടാണ് അവിടെ ജോക്കി വീണു എന്ന് അറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മൊമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിന്റെ നമ്മളിപ്പോ ക്യാമറയിൽ എന്താണ് സെർവോ ഫോക്കസ് എന്ന് പറയില്ലേ, അത് ക്യാമറയേക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിനും നമ്മുടെ കാഴ്ചയ്ക്കുമാണ് ആ സെർവോ ഫോക്കസ് വേണ്ടത്. അത് ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിനേക്കാൾ മുമ്പേ നമുക്കത് കാണാൻ പറ്റിയാൽ മാത്രമാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഹോഴ്സ് അദ്ദേഹത്തെ ആ വീഴുന്ന ജോക്കിയുടെ മുന്നിലൂടെ പോരുകയും നമുക്ക് അതിന്റെ ഒരു മൊമെന്റ് നമുക്ക് ലൂസ് ആവും എന്ന് കരുതി ഈ കുതിരയോട്ടത്തിൽ മുഴുവൻ വീഴ്ചയാണെന്ന് ആരും വിചാരിക്കണ്ട. ഞാനതിന്റെ 14 വർഷമായിട്ട് കുതിര എടുക്കുന്നു, ആകെ 3 പ്രാവശ്യം ജോക്കി വീണിട്ടുള്ളൂ, അത് 3ഉം എടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ ജോക്കി വീഴ്ചയ്ക്ക് ഏറ്റവും നല്ലത് ഹോഴ്സ് റേസ് ആണെന്ന് വിചാരിക്കണ്ട. വളരെ ഡിസിപ്ലിൻഡ് ആയി വളരെ കൃത്യമായിട്ട് പോകുന്ന ഒരു സ്പോർട്സ് ഇവന്റ് ആണ്. സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര ക്യുക്കാണ് എന്ന് കാണിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മുടെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ഒരു കാര്യം, അത് എത്ര ക്യുക്കായി എത്ര
നന്നായിട്ട് അത് ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എബിലിറ്റിയാണ്. ഇത് ഞാൻ ഓഫീസിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ പോകുന്ന വഴി റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ്. ആക്ച്വലി കാഴ്ച ഇതായിരുന്നില്ല. ആന റോഡിൽ പിണങ്ങി നിൽക്കുന്നു. എനിക്ക് ആനയെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ റോഡിൽ, ഇത് എനിക്ക് തോന്നുന്നു പലർക്കും അറിയാവുന്നതാണെങ്കിൽ ക്ഷമിക്കുക, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ഷമിക്കുക, കാരണം ഇത് ഈ ഒരു സ്പോട്ടിൽ അത് പറയേണ്ടി വരുന്നതുകൊണ്ടാണ്. സോ ഇതിന് ആന ഇടഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. ആന പിന്നെ പാപ്പാനിങ്ങനെ ഉറക്കെ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ആനയെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആനകളോടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആനയാണ്. അപ്പം ആനയുടെ ഹിസ്റ്ററി ഒരിക്കലും അനുസരണ ഇല്ലാത്തൊരു ആനയാണ്. ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയും കുറുമ്പ് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആനയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഈ ആനയുടെ കൂടെ നിൽക്കാൻ കുറച്ച് സമയം, 9:30 മോർണിംഗ് കോൺഫറൻസ്, അപ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ. ആ സമയത്ത് അത്രയും സമയം ആനയ്ക്കൊപ്പം നിൽക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇതിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. പിന്നീട് അതിനെ മുകളിൽ അതിന്റെ പിന്നെ പാപ്പാൻ ഇരിപ്പുണ്ട്. അത് അദ്ദേഹം പിന്നെ രണ്ടാം പാപ്പാനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആനയെ കിട്ടി. ആനയെ ബേബി എന്നാണ് പിന്നെ പാപ്പാന്റെ പേര്. ബേബി ആനയെ കൃത്യമായി കെട്ടി, വളരെ കൺട്രോളിലായി, കാര്യങ്ങളെല്ലാം കൺട്രോളിലായി. അപ്പോൾ ഇതൊരു കുറ്റിക്കാടാണല്ലേ. ഈ കുറ്റിക്കാട്ടിൽ ഒരുപാട് ആനയ്ക്ക് കിടക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ബേബി ആനയുടെ പിന്നിൽ പോയി നിന്നിട്ട് അയാളുടെ കയ്യിലിരുന്നൊരു വാക്കത്തി വെച്ചിട്ട് കുറ്റിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെട്ടുക. അപ്പൊ അവിടെ കുറച്ച് ആളുകൾ കൂട്ടം കൂടി നിൽപ്പുണ്ട്. അവരോട് എന്തൊക്കെയോ ബേബി സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏതാണ്ട് ആനയുടെ തൊട്ട് ക്ലോസ് ആണ്, വളരെ ആനയെ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു. ആനയുടെ തുമ്പിക്ക് അടിച്ചാൽ എത്തുന്ന ദൂരത്തിന്റെ വളരെ സേഫ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഈ പിന്നിൽ നിന്നിരുന്ന ബേബിയെ അയ്യപ്പൻ ഒരു കാലിങ്ങനെ ഇങ്ങനെ ഒരു കുളത്ത് പോലെ എടുത്തിട്ട് മുന്നിലേക്ക് ഇടുകയാണ്. എത്ര ബ്രില്യൻ്റ് ആണ്. ആനയ്ക്ക് കാണാൻ പോലും പറ്റില്ല അയ്യപ്പൻ എവിടെയാണ്, അല്ല പിന്നെ ബേബി എവിടെയാണ്, അത്രയും ബാക്കിലാണ് നിൽക്കുന്നത്. അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് കൊമ്പ് നേരെ ബേബിയുടെ കാലിലേക്ക് താഴെയാണ്. ഇതൊരു 2 സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ. 2 വെട്ട് വെട്ടി അയ്യപ്പൻ. പിന്നെ അയ്യപ്പന്റെ പിന്നെ മസ്തകത്തിൽ ബേബി 2 വെട്ട് വെട്ടിയപ്പോഴേക്കും എൻ്റെ ആന അടുത്ത സെക്കൻഡിൽ ബേബി തൂക്കിയെടുത്തിരുന്നു. ആക്ച്വലി ഞാനിത് എടുക്കുന്നത് നിക്കോണിന്റെ ഡിജിറ്റൽ ഒരു ക്യാമറയിലാണ്. അപ്പൊ അന്ന് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറയുടെ പ്രശ്നം ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് തീരെയില്ല. എനി ടൈം അതങ്ങ് ചാവും. ഇതിന് പ്രോപ്പറായി ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ചിലപ്പോൾ ഇത് കാണിക്കും ഫുൾ ബാറ്ററി ആണെന്നൊക്കെ കാണിക്കും, പക്ഷെ ഒറ്റ പോക്കാണ്. അതിന്റെ സെക്കൻഡ് ഫ്രെയിം എടുത്തപ്പോൾ ഇത് ചത്തു. അപ്പൊ എപ്പോഴും ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വേണം. നമ്മള് നന്ദേട്ടന് ഒരു ക്യാമറ എന്നാ പറഞ്ഞുള്ളൂ. ഞാൻ പലപ്പോഴും ഒരു ക്യാമറയെ പോലും ഞാൻ വിശ്വസിക്കാറില്ല. എൻ്റെ ഷോൾഡറിൽ 2ാമത്തെ ക്യാമറ ഉണ്ടായിരുന്നു, ദ മോസ്റ്റ് ട്രസ്റ്റഡ് FM2. ലോകത്ത് എന്ത് സാധനം വന്നാലും അതിന്റെ മാനുവൽ സിസ്റ്റം എങ്ങനെ വന്നാലും വർക്ക് ചെയ്യുമല്ലോ. ഈ ക്യാമറ എൻ്റെ സ്റ്റക്കായ ഉടനെ ഞാൻ ചെയ്തത് ആ ടോൺ ഡിഫറൻസ് കണ്ടാൽ തന്നെ അറിയാം. ആ ആദ്യത്തെ പിക്ചർ ഡിജിറ്റലും 2ാമത്തെ പിക്ചർ ഫിലിമുമാണ്. സീ ദ ഡിഫറൻസ്. സോ ഈ പിക്ചർ എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ എൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും സാധനങ്ങളൊന്നും നോക്കിയില്ല. ഞാൻ ഉടൻ പിന്നെ അയ്യപ്പനെ പിന്നെ ആന ഓൾറെഡി കൺട്രോളിലാണ്. അപ്പോൾ ബേബിയെ വന്നിട്ട് അദ്ദേഹത്തിന് വേറൊരാൾ വന്ന് എടുത്തു. ഞങ്ങൾ ബേബിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഓട്ടോ ഇത് ചെയ്യാൻ നോക്കി. ആ സംഭവം അവിടെ അത് ഇറ്റ്സ് ഓവർ. പക്ഷേ ഈ സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ആദ്യം കാണിച്ച ഈ പിക്ചർ എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ഇത് കഴിഞ്ഞ് ഇതിന് ഒരു ആക്ഷൻ ഉണ്ട്. ആന ഇപ്പോഴും ഒന്നും പിന്നെ കെട്ടിൽ വീണിട്ടില്ല, ആന ഫ്രീ ആണ്. പക്ഷെ കെട്ടിക്കഴിഞ്ഞൊരു ആനയെ നമ്മളങ്ങനെ സാധനം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന്റെ ആനയുടെ മുന്നിലോ സൈഡിലോ അല്ല, ഏറ്റവും പിന്നിലാണ് പോയി നിന്നിരുന്നത്. ആ സ്പോണ്ടേനിറ്റിയിലെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പിന്നെ സൂചിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ ഈ സ്പോണ്ടേനിറ്റി ഉണ്ടാവാനുള്ള കാര്യം ലേൺ ഫ്രം ദ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആ മിസ്റ്റേക്ക് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇത് നമ്മുടെ ഹാഫ് ആൻ അവർ കഴിഞ്ഞു അല്ലേ. ദേശീയ ഒരു സ്കൂൾ കായികമേള നടക്കുകയാണ്. അപ്പോൾ അതൊരു 10 മണിക്കാണ് ആ കായികമേള സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ നേരത്തെ 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ സ്റ്റേഡിയത്തിലെത്തി.
സ്റ്റേഡിയത്തിലെത്തി 10 മണിക്ക് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ വളരെ ലേസിയായി ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാണുന്നത് അവിടെ കാണികൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന പന്തലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുക. അപ്പൊ ആ സമയത്ത് എൻ്റെ ക്യാമറയിൽ ഞാൻ ഫിലിം ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫിലിം ക്യാമറയിൽ ഒരു ഫിലിം ലോഡ് ചെയ്യാൻ അതിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് പൊട്ടിച്ച് അതിൻ്റെ മറ്റേ ഫിലിം എൻ്റെ കാറ്റഡ്ജിൽ നിന്ന് എടുത്ത് ആ ഫിലിം ലോഡ് ചെയ്യുമ്പോഴേക്കും പന്തലിൻ്റെ അതിൻ്റെ പ്രൈം ടൈം പാസ് ചെയ്തു ഓൾറെഡി. അതിൻ്റെ ഒരു വീഴ്ചയുടെ ഒരു ഭീകരതയും അതിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വരുന്നത് ഇതെനിക്ക് കാണാനേ പറ്റുള്ളൂ. എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഇതിൻ്റെ കുഴപ്പം നമുക്ക് ഓഫീസിൽ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ഫിലിം ലോഡ് ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഐഡിയ ഒക്കെ നോക്കും. അത്ലറ്റ്സ് കണ്ട് കരയുന്നതും അങ്ങനെ കുറെ തട്ടിപ്പൊക്കെ കാണിച്ച് അന്ന് ഞാൻ പിടിച്ചു വന്നു. പക്ഷെ അന്ന് വേറെ ഇതൊരു സ്പോർട്സ് ഇവന്റ് ആയതുകൊണ്ട് സ്പോർട്സ് പേജ് ഈ പന്തൽ വീണതിനെ കുറിച്ചിട്ട് വലിയ ബോധമുണ്ടായിരുന്നില്ല. അത് ലോക്കൽ പേജിൽ മാത്രമായിരുന്നു ബോധം. അവർക്ക് പന്തൽ വീണതിന്റെ പിക്ചർ വേണം എന്ന് പറയുമ്പോൾ ഇത് സ്പോട്ടിൽ നിന്നൊന്നും അവർ ചോദിച്ചില്ല. ഞാൻ എന്തോ ഒരു സാധനം കൊടുത്തിട്ട് ഞാനൊന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് ഞാൻ കാണിച്ച മിസ്റ്റേക്ക് ഞാൻ എല്ലായ്പ്പോഴും അതിനുശേഷം എല്ലാ സമയത്തും ഞാൻ 2 പ്രാവശ്യം ഞാനിപ്പോൾ ചെക്ക് ചെയ്യും. ക്യാമറയിൽ കാർഡ് ഉണ്ടോ, കാർഡിന് എത്ര ഫ്രെയിംസ് എടുക്കാൻ പറ്റും. 2 കാർഡുള്ള സ്ലോട്ട് ആണെങ്കിൽ ഞാൻ 2 കാർഡും യൂസ് ചെയ്യാൻ നോക്കും. അതിലൊന്ന് ബാക്കപ്പ് സ്ലോട്ടായിട്ട് യൂസ് ചെയ്യും. ബാറ്ററി ലെവൽ എത്ര ഉണ്ടെങ്കിലും ശരി, എൻ്റെ സെക്കൻഡ് ബാറ്ററി എൻ്റെ റൈറ്റ് പോക്കറ്റിൽ ഉണ്ടാവണം. എൻ്റെ ജീൻസിൻ്റെ ചെറിയ പോക്കറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇറങ്ങുന്ന ബാറ്ററിയാണ്. അപ്പോൾ അതിൽ എൻ്റെ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ വയ്ക്കും. അപ്പോൾ അത് ആണ് ഈ പറയുന്ന ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു പിക്ചർ ഫ്ലോപ്പായപ്പോൾ കിട്ടിയതാണ്. അതിന്റെ ഡാമേജ് കുറെ ദിവസം ഇങ്ങനെ കൊണ്ടു കടന്നിരുന്നു. പിന്നെ ആകെ സമാധാനം എന്നെ പോലെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ഒരുവിധം എല്ലാവർക്കും ആ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വലിയ കുഴപ്പമില്ലാതെ ഞാൻ അന്ന് പിറ്റേ ദിവസം സർവ് ചെയ്തത്. ഈ മിസ്റ്റേക്ക് ഒക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്ന് എൻ്റെ ഓഫ് ഡേ കഴിഞ്ഞ് ഞാൻ പിന്നെ കൊല്ലത്തേക്ക് വരികയാണ് ബസ്സിൽ. അപ്പൊ അവിടുന്ന് വെളുപ്പിന് പോയിരുന്നു. ഞാൻ ബസ്സിലിരുന്ന് ഉറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ബസ് നീണ്ടകര പാലത്തിൽ സ്ലോ ആയിട്ട് ഇങ്ങനെ സ്റ്റോപ്പായി. അപ്പൊ കണ്ണു തുറക്കുമ്പോഴാണ് ബസ്സിലിരുന്ന് ആരോ പറയുന്നു, കായലിലേക്ക് ചാടി ആരോ എന്ന് പറയുന്നു. അപ്പം എന്തായാലും ഞാൻ ജോലി ചെയ്യുന്ന അതേ ജില്ലയാണ്. എന്ത് വന്നാലും ഞാൻ ഓഫീസിൽ പോയാലും ഞാൻ ഈ സാധനം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി പിന്നെ തിരിച്ചു വരണം. ഞാൻ അപ്പൊ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പാലത്തിൽ മുഴുവൻ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ കുറെ വാഹനങ്ങൾ ബ്ലോക്ക് ആയി കിടപ്പുണ്ട് പാലത്തിൽ. എനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാഴ്ച കാണാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ആളുകൾക്കിടയിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്. ഈ പാലത്തിനടുത്തേക്ക് പിന്നെ പാലത്തിന്റെ കൈവരിക്കടുത്തേക്ക് ഞാൻ എത്തുമ്പോഴാണ് പറയുന്നത് ദാ ചാടുന്നു എന്നാണ് കേൾക്കുന്നത്. നേരത്തെ ചാടി എന്ന് പറഞ്ഞത് ഞാനൊരു റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ എന്തെങ്കിലും കാണുമെന്ന് പിന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ പാലത്തിന്റെ കൈവരിയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് പറയുന്നത് ദാ ചാടുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ശ്യാം പ്രബോധിനി എന്നാണ് ഈ ചാടുന്ന ആളിന്റെ പേര്. ആ കുട്ടി എപ്പോഴും കൈകാലുകൾ കൂട്ടിക്കെട്ടി ശാസ്താംകോട്ട കായല് ക്രോസ് ചെയ്യുക, അത്തരം അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇയാളാണ് നീണ്ടകര പാലത്തിന്റെ മേളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. ഈ ഒറ്റ ഷോട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇതല്ല 2 ഷോട്ട് ഉണ്ട്. അപ്പോഴേക്കും എൻ്റെ ഫ്രെയിമിൽ നിന്ന് താഴെ പോയി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫ്രെയിമിന് പ്രത്യേകിച്ച് ഒരു ബാലൻസ് ഒന്നുമില്ല. അതിന് ഒരുപാട് ചരിവുകളുണ്ട് അല്ലെ, ഒരുപാട് തലകൾ കൊണ്ട് ഇത് മറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അയാൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജമ്പിന് മുമ്പാണ് ഞാനിത് പിന്നെ തിരിച്ചറിയുന്നത്. ഇതും ബ്ലൈൻഡ് ഷോട്ടാണ്. ഇതൊരു 24mm നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു മാക്സിമം ഒരു ഷോട്ടാണ്. ഇതിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിലും ആ ലേൺ ഫ്രം ദ മിസ്റ്റേക്കിൽ എനിക്ക് വളരെയധികം സംതൃപ്തി തോന്നിയൊരു സാധനമാണ്. ഞാൻ ആ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും എനിക്ക് ഈ പിക്ചർ മിസ്സാവുമായിരുന്നു. ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം, ശ്യാം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വീണ്ടും വേറെ എവിടെയോ ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇപ്പോൾ ഇല്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇത് പലപ്പോഴായിട്ട് ഫോട്ടോ ജേർണലിസ്റ്റുകൾ എന്നും ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന സോഷ്യൽ പിന്നെ റെസ്പോൺസിബിലിറ്റി. അതിന് കൃത്യമായ ഒരു ഉത്തരം പല രീതിയിലും കൊടുത്താലും ഇതൊരിക്കലും കൺവിൻസ്ഡ് ആവാത്ത ഒരു കാര്യമാണ്. വൈ ഡു യു ടേക്ക് പിക്ചർ എന്നാണ് പല ആളുകളുടെയും ചോദ്യം. ഇത് പല പ്രയോജനങ്ങളും പിന്നീട് ഉണ്ടാവുന്നു, പല മാറ്റങ്ങളും
സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്നും പല മാറ്റങ്ങളും വേൾഡിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളത് ആലോചിക്കില്ല. ആലോചിക്കില്ല നിങ്ങൾ എന്തിനാണ് ആ പിക്ചർ എടുത്തത് എന്ന് വളരെ റൂഡായിട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ടൗണിലൂടെ ഇതാണ് ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. കെവിൻ കാർട്ടർ എടുത്ത സുഡാനിലെ പട്ടിണി അല്ലെങ്കിൽ പിന്നെ വരൾച്ച കാണിക്കുന്ന പിക്ചറാണ്. എല്ലാവർക്കും അറിയാം. ഈ ചിത്രത്തെ ചൊല്ലി ലോകത്തുണ്ടായ പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റുകൾ നേരിട്ട അല്ലെങ്കിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്ത് പറഞ്ഞാലും കെവിൻ കാർട്ടറാണ്. നിങ്ങൾ ഇപ്പോഴും അതിനൊരു അവസാനം വന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി എത്ര പേർക്ക് ഇതിന്റെ കണ്ടന്റ് അറിയാമെന്ന് അറിയില്ല. കെവിൻ കാർട്ടർ അവിടെ എത്തുന്ന ഇവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു ഹെലികോപ്റ്ററിലാണ്. ഈ ഹെലികോപ്റ്റർ ഇത്ര സമയത്തിനകം തിരിച്ചു പോകും. ഈ സമയത്തിനുള്ളിൽ വേണം ഇദ്ദേഹത്തിന് ഈ സ്ഥലത്ത് നിന്ന് ചിത്രം എടുത്ത് പോകാൻ. ഇദ്ദേഹം ഈ ചിത്രം എടുത്തു പോയി ഇത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ ന്യൂയോർക്ക് ടൈംസിലായാലും എല്ലായിടത്തും ഇത് ഒരുപാട് സംസാര വിഷയമായി. ആ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളതായിരുന്നു ചോദ്യം. ഈ കഴുകനെ ഓടിച്ചു വിട്ടിട്ട് കുട്ടി അടുത്ത സ്ഥലത്തേക്ക് ഒരു ഷെൽട്ടറിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് കൺവിൻസിങ് അല്ല. കാരണം അത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാതെ, അല്ലെങ്കിൽ അത് പുറത്താരും കണ്ടില്ല, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചില്ല, എന്ത് വേണമെങ്കിലും ആവാം. സോ ഞാൻ എപ്പോഴും ഇത്തരം ഈ ഒരു ചോദ്യം ഒരുപാട് ആളുകൾ നമ്മളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഡിഫറെന്റ് ആയ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇതൊരു ജെയിംസ് നാച്വേ എന്ന് പറയുന്ന ലോകം കണ്ട വാർ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം. വാർ ഫോട്ടോഗ്രാഫറുടെ പിക്ചറാണ്. ഇതും പട്ടിണിയാണ് വിഷയം. എന്തുകൊണ്ടാണ് ഈ ചിത്രം നമ്മൾ ചോദ്യം ചെയ്യാത്തത്? രണ്ടും പട്ടിണിയാണ്. പക്ഷെ ഒന്ന് ഒരു മരണത്തിന്റെ ഒരു ലേബൽ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ ചിത്രം ചോദ്യം ചെയ്യപ്പെട്ടത്. ഇത് പട്ടിണിക്കോലമായ ഒരാള് ഭക്ഷണം സെർവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ് ആ ചിത്രം. അപ്പോൾ രണ്ടിനും സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് പിന്നെ കെവിൻ കാർട്ടറുടെ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കെവിൻ കാർട്ടർ ഈ സംഭവത്തിന് ഈ ചിത്രം ആ വർഷത്തെ പുലിറ്റ്സർ സമ്മാനം കിട്ടിയ ചിത്രമാണ്. അതിനുശേഷം അദ്ദേഹം ഈ കാരണം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അദ്ദേഹം ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു, അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഈ സ്ക്രിപ്റ്റ് പരിശോധിക്കുമ്പോഴാണ് സമാന സ്വഭാവമുള്ള ഒരുപാട് വിഷ്വൽസ് അതിലുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ യുണീക് മൊമെന്റ്. അത് ഇതേ സാധനം അവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സീസൺ ഉണ്ടാവില്ലേ, കണ്ണ് ഇപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് നമ്മുടെ രാജ്യത്ത് വിദേശി വന്നിട്ട് ചിലപ്പോൾ ഒരു കാഴ്ച കാണുമ്പോൾ അയാൾക്ക് വളരെ അത്ഭുതമായിരിക്കും. നമുക്ക് ചിലപ്പോൾ വളരെ വളരെ കണ്ണിങ്ങനെ സീസൺ ടൈം എന്ന് പറയില്ലേ, നമ്മൾ കണ്ട് 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 പിന്നെ പഴകി എന്ന് പറയില്ലേ, ചിലപ്പോൾ അത്രയ്ക്ക് പിന്നെ പഴക്കം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇതവിടെ ഉണ്ടായിരുന്ന സാധാരണ കാഴ്ചകളിൽ ഒന്നായിട്ടായിരിക്കും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അതൊരു, പക്ഷെ അതൊക്കെ കൺവേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ഇത് ജെയിംസ് നാച്വേയുടെ ചിത്രം. ഇത് ഈ രണ്ട് ചിത്രമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഞാൻ ഇതിന് സമാനമായ ഒരു സ്വഭാവം ഞാൻ പറയണം, സോഷ്യൽ കമ്മിറ്റ്മെന്റ്സിന്റെ ഒരു കാര്യം പറയണം. അപ്പോൾ ഇതാണ് ആ പിക്ചർ. ഇത് ഞാൻ ഒരിക്കൽ പിന്നെ ടൗണിൽ പോകുന്ന സമയത്ത് വേസ്റ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ന്യായമായ ചോദ്യം, അദ്ദേഹത്തിന് വിശപ്പുണ്ട് അല്ലേ? അദ്ദേഹത്തിന് വിശപ്പുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അദ്ദേഹത്തിന്റെ പിക്ചർ എടുത്തത്? എനിക്ക് അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്താൽ പോരെ? അതല്ലേ ഒരു ഹ്യൂമൻ ബീങ് ചെയ്യേണ്ടത്? ഞാൻ ഇതേ ചോദ്യം നിങ്ങളിങ്ങനെ ഇത്തരം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പിന്നെ പിക്ചർ എടുത്ത് ജെയിംസ് നാച്വയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വല്ലാതെ ഫോളോ ചെയ്യുക, അദ്ദേഹത്തിന്റെ ഡേ ടു ഡേ വർക്കുകളിന് വളരെ അഡ്മയർ ചെയ്യാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം എത്രമാത്രം ഹ്യൂമാനിറ്റി ഉള്ളൊരു പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ് ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ. ഇത് ഒരു വാർ ഫ്രണ്ടിലാണെങ്കിൽ യുദ്ധത്തിൽ വീഴുന്ന ഒരാളിനെ നിങ്ങൾ പോയി എടുക്കേണ്ടതില്ല. They have designated people with lots of protection. If you are doing their job, then who will do your job? എന്ന് അയാൾ വളരെ സെൻസിബിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ജെയിംസ് നാച്വേ ജിം എന്നാണ് വിളിക്കുക. ജിം വാറിൽ
ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയെ റെസ്ക്യൂ ചെയ്യുന്ന ചിത്രം എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ്സ് ഓൾ സിറ്റുവേഷൻസ്. ആ കുട്ടിയെ രക്ഷിക്കാൻ ആ സമയത്ത് ഞാനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് ചെയ്യും. നേരെ മറിച്ച് ആ കുട്ടിയെ രക്ഷിക്കാൻ മറ്റേ യൂണിസെഫിന്റെയോ മറ്റ് ഏതെങ്കിലും സംഘടനയുടെയോ ആളുകൾ, അതോറിറ്റീസ് അവിടെ സെക്യൂർ ആയിട്ടുണ്ടെന്ന് തോന്നിയാൽ ഐ വിൽ ഡോക്യുമെന്റ് ദാറ്റ്. ഇതാണ് ഡിഫറൻസ്. സോ ഈ ചിത്രം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തൂടെ? ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് എനിക്ക് ആ സംഭവം ഒഴിവാക്കാം. പക്ഷേ ഈ ചിത്രം എടുത്തു, അദ്ദേഹത്തിന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അടുത്ത ദിവസം എന്നെ കാണാനെത്തുന്നത് എസ് സമിതി എന്ന് പറയുന്ന സംഘടനയിലെ ആളുകളാണ്. ഈ ചിത്രം കാണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇയാളെ നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടൗണിൽ ഇന്നടുത്ത സ്ഥലത്താണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് വർക്കിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ് എഫേർട്ടിന്റെ ഫലമായിട്ട് ഇയാളെ ആ സമിതിക്കാർ കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ അവരെ ഏറ്റെടുത്തു. അയാൾക്ക് ഇനി ഒരു സമയത്തും ഭക്ഷണത്തിന് വേണ്ടി അലയേണ്ടി വരില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് അവിടെ ഷെൽട്ടർ ഉണ്ട്, കൃത്യമായിട്ടുള്ള. ഞാൻ അദ്ദേഹത്തെ അടുത്ത ദിവസം കാണുമ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ രൂപം ഇതൊന്നുമല്ല. അദ്ദേഹം നല്ല പിന്നെ മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത്, പക്ഷെ ആരെയും അറിയുന്നില്ല, ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഒരുപാട് ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അദ്ദേഹം പിന്നീട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ എ 2 വേ. എനിക്ക് അദ്ദേഹത്തോട് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വേണമെങ്കിൽ എൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാമായിരുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ, എനിക്ക് വേണ്ട ചിത്രം എടുത്തതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷെ ദ മെയിൻ കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്, ആ ചിത്രം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ ഭാവി മാറ്റുമോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. നമ്മൾ പല സമയത്തും സ്റ്റാൻഡായി പോകുന്നൊരു സാധനം. നമ്മളിപ്പോൾ ഒരു തൃശ്ശൂർ പൂരത്തിന് പോയ ചുറ്റും ക്രൗഡാണ്. അപ്പോഴാണ് ഒരു ബിഗിനർ അല്ലെങ്കിൽ ക്യാമറ എന്തെടുക്കണം എന്നറിയാത്ത ആള് അടുത്ത് നിൽക്കുന്ന ആളെ നോക്കും. അയാൾ എന്തെടുക്കുന്നു, അയാൾ അത് ഫോളോ ചെയ്യും. അയാൾ ആകാശം എടുത്താൽ ഇദ്ദേഹം ആകാശം എടുക്കാൻ നോക്കും. ആകാശം ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും എടുക്കാൻ നോക്കും. അതായത് ഞാനൊക്കെ അതിന്റെ വലിയ എക്സാമ്പിൾ ആയിരുന്നു. എനിക്ക് പോയി എന്താണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ഇങ്ങനെ നോക്കി നടക്കും. അതായത് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അവിടെ നിന്ന് എന്ത് എടുക്കും എന്ന് അറിയാത്തതുകൊണ്ടാണ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് പിക്ചേഴ്സ് ആയിട്ടില്ല, എനിക്ക് പിക്ചേഴ്സ് എൻ്റെ ക്യാമറയിൽ ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. സായിപ്പ് പറയുന്ന ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്, ഗോ ഏർലി സ്റ്റേ ലേറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്പോട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന രീതിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്റ്റോറി കണ്ടുപിടിക്കുന്നത്? ഒരു റമദാൻ മാസമാണ് ഇവിടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 3 മണി കഴിയുമ്പോഴാണ് ഓരോ പള്ളികളിലും എനിക്ക് ഇഷ്ടപ്പെട്ട തോന്നുന്ന ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരു ഇഫ്താർ ഫുഡ് കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുക. അപ്പോൾ ഒരു ദിവസം ഞാനൊരു പള്ളിയിൽ എത്തുമ്പോൾ അവിടെ ഇഫ്താർ പാക്കറ്റ് ഇങ്ങനെ ഫുഡ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കുറെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരില് കുറെ പേര് ഇങ്ങനെ ഫുഡ് അറേഞ്ച് ചെയ്ത് എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രം വളരെ റൂഡായിട്ട് ഈ പറയുന്ന വോളണ്ടിയേഴ്സിനെയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇയാളൊട്ടും പ്ലീസിങ് അല്ല, ഭയങ്കര ബഹളത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യൻ സംസാരിക്കുന്നില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇയാൾ വഴക്ക് പറയുകയും ശാസിക്കുകയും ചെയ്യുന്ന എല്ലാവരും വളരെ റെസ്പെക്റ്റോടെ വളരെ ഒബീഡിയന്റ് ആയിട്ട് ഈ മനുഷ്യനെ അനുസരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇയാളോട് ആരാണ് ഇയാളുടെ കാര്യങ്ങൾ അറിയാമെന്ന് എഴുതിയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരാളിനെ കണ്ടു. അപ്പൊ അയാൾ പറയാണ്, അനസ് എന്നാണ് ഇയാളുടെ പേര്. അയാള് പാലസ്തീനിലെ ബോംബ് സ്ഫോടനത്തിൽ, അയാൾക്ക് മാസങ്ങൾ പ്രായമുള്ളപ്പോൾ അയാൾക്ക് എന്തോ വളരെ ചെറുപ്പത്തില് പാലസ്തീനിലെ അയാളുടെ വീടിനടുത്തൊരു ബോംബ് വീണിട്ട് അയാളുടെ കേൾവി ശക്തിയും സംസാരശേഷിയും പോയി. ആ മനുഷ്യനാണ് ഡെയിലി 2000 പേർക്ക് ഫുഡ് കൊടുക്കുന്നത്. നമുക്കൊരു ചെറിയ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ക്ഷമ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമാനിറ്റി ഒക്കെ പല വഴിക്കും പോകും. പക്ഷെ ഈ മനുഷ്യൻ
ഈ ഫോട്ടോയിലാണ് ഇയാൾ ഇങ്ങനെ ചിരിക്കുന്നത്. അവിടെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ടെററായിരുന്നു, ടെറർ. അവിടെ അവിടെ ആ ഫുഡ് എടുക്കുന്ന ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ പിക്ചർ എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഫോക്കസ് വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ക്യാൻവാസിലേക്ക് തന്നെയല്ല, അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് ടു സെർവ് പീപ്പിൾ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഫുഡാണല്ലോ. അപ്പോൾ ഫുഡിന്റെ ക്യാൻവാസിൽ അദ്ദേഹത്തെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു ഷോട്ട് എടുത്തത്. അപ്പൊ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന്റെ ജസ്റ്ററാണ് എന്നെ സഹായിച്ചത്. അത് ഓരോരുത്തരെയും കണ്ണുകളിൽ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത്തരം കാഴ്ച ഉണ്ടാവുന്നത്. Identify your own picture. ഇത് ഒരു ജൂണില് സ്കൂൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴി ഞാൻ എടുത്ത പിക്ചറാണ്. ആക്ച്വലി ഞാനിത് സ്കൂൾ തുറപ്പിന്റെ പിക്ചറായിട്ടല്ല എടുത്തത്. ഞാനിതൊരു മഴക്കാലത്തിന്റെ പിക്ചറായിട്ടാണ് എടുത്തത്. ഒരു പാടത്ത് മുഴുവൻ വെള്ളം കയറി കിടക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സ്കൂൾ ഓപ്പണിങ്ങിന്റെ പിക്ചർ, സ്കൂൾ ടൈമിന്റെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലഡിന്റെ പിക്ചർ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റെയിനിന്റെ പിക്ചർ എടുക്കേണ്ടി വരും എന്ന് അറിയാവുന്നുണ്ട്. ഓൺ ദ വേ ഞാനൊരു വയൽ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്നു. ആ വയൽ മുഴുവൻ ഫ്ലഡഡ് ആണ്. ആരെങ്കിലും ക്രോസ് ചെയ്യുന്നത് വരാൻ വേണ്ടി കാത്തു നിന്നു. അത് രണ്ടാളുകൾ, ആ സമയത്ത് എൻ്റെ മൈൻഡിൽ രണ്ടാളുകൾ അവർ പാസ് ചെയ്തു. അതിന്റെ പിക്ചർ എടുത്തു. ഞാൻ പിന്നെ അത് എടുത്ത ഉടനെ സ്കൂളിൽ പോയി സ്കൂൾ റീ ഓപ്പണിങ്ങിന്റെ പിക്ചർ എടുത്തു. സ്കൂൾ റീ ഓപ്പണിങ്ങിന്റെ പിക്ചർ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒരു ഇമോഷണൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു പരാജയപ്പെട്ട പിക്ചറുമായിട്ട് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നിരുന്നു. സ്ക്രീനിൽ ഓരോ പിക്ചർ കാണുമ്പോഴിങ്ങനെ ഷേ എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ഒന്നോ രണ്ടോ ഉള്ളതിൽ ഭേദം എന്ന് പറയാവുന്ന ഒരു പിക്ചർ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്ലഡിന്റെ പിക്ചർ ഫയൽ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഏറ്റവും അമേസിങ് ആയിട്ടുള്ള, ഏറ്റവും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂൾ കുട്ടിയെ, അദ്ദേഹത്തിന് വയ്യാത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കാലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം കുട്ടിയെ സ്കൂൾ ബാഗ് തോളിലിടുന്ന പോലെ തോളിലിട്ടിട്ട് ഫ്ലഡിന്റെ ഈ പറയുന്ന ഫ്ലഡഡ് ഏരിയ ക്രോസ് ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നെ വരുന്നത്. അത് ഈ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചറിയാതെ പോയത്? കാരണം ഞാൻ എടുക്കുന്നത് ഫ്ലഡിന്റെ പിക്ചർ ആണെന്നുള്ളൊരു മുൻധാരണ, ഒരു 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 മുൻവിധി എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ എടുക്കുന്നത് ഫ്ലഡിന്റെ പിക്ചറാണ്. എന്തുകൊണ്ടാണ് അതൊരു ഫ്ലഡിന്റെ പിക്ചർ അല്ലാതെ അതൊരു സ്കൂൾ പിക്ചർ ആയിട്ട് എനിക്ക് അപ്പോൾ തോന്നാതിരുന്നത്? എൻ്റെ ഉള്ളിൽ അത് സ്കൂൾ പിക്ചർ അല്ല, അല്ലെങ്കിൽ സ്കൂൾ പിക്ചർ സ്കൂളിൽ നിന്ന് എടുക്കുന്നതാണ് സ്കൂൾ പിക്ചർ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക് ആ സമയത്ത്. അതുകൊണ്ടാണ് എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാതെ പോയത്. അതുകൊണ്ട് ഐഡന്റിഫൈ യുവർ ഓൺ പിക്ചർ ഇൻ എവറി ആസ്പെക്ട്. അത് നല്ലതാണെന്നോ, എത്ര നല്ലതാണെന്നോ, എത്ര സ്ട്രോങ് ആണെന്നോ, എത്ര വീക്ക് ആണെന്നോ, അത് ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്നോ എപ്പോഴും അങ്ങനെ ആലോചിക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിരുന്നു. ഞാൻ പിന്നീട് അത്തരം ചിത്രങ്ങൾക്ക് ശേഷം എൻ്റെ ചിത്രങ്ങളിൽ വാച്ച് യുവർ എവറി ഇഞ്ച് എന്ന് പറയും. അത് ഡെക്കുറായി ആണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു പ്രിന്റ് കൊടുത്താൽ പിന്നെ അറിയാം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ എവറി ഇഞ്ച് സഞ്ചരിക്കും. നല്ല രസമാണ് അത് കാണാനായിട്ട്. അത് നല്ല സ്മൈൽ ചെയ്തിട്ട് എവറി ഇഞ്ച് ട്രാവൽ ചെയ്യും. ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല, ബ്ലേർഡ് ആയിട്ട് അവിടെ നമ്മൾ പിന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് ഒന്നും എല്ലാം ഇത് ചെയ്തിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഹി ട്രാവൽസ് ഓൾ ദി ഏരിയാസ്. അതുകൊണ്ട് അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ പിന്നെ ആ എവറി പിക്ചറിന്റെ ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഫൈൻഡ് യുവർ സ്റ്റോറി ആൻഡ് റെസ്പെക്ട് പ്രൈവസി. ഇത് രണ്ടും കൂടെ നടക്കും എന്നുള്ളതാണ് സംശയം. ഇത് പല സമയത്ത് നമ്മൾ ക്യാമറ വെക്കുന്നത് മറ്റൊരാളിന്റെ പ്രൈവസിയിലേക്കായിരിക്കും. അത് എത്ര ശരിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റിഫിക്കേഷനാണ്. നമ്മളൊരു പിക്ചർ എടുക്കുമ്പോൾ ഇത് എൻ്റെ പ്രൈവസി ആണെന്ന് അയാൾക്ക് തോന്നുകയും ഈ പ്രൈവസി സൊസൈറ്റിയെ കാണിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ. നേരെ മറിച്ച് എനിക്ക് തന്നെ തോന്നുകയാണ് ഇല്ല അത് അദ്ദേഹത്തിന്റെ പ്രൈവസിയാണ്, പക്ഷെ ഞാൻ എടുക്കും എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയാണ്. പലപ്പോഴും നമുക്ക് കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ എന്തും എടുക്കാം, അല്ലെങ്കിൽ കാണുന്നത് എല്ലാം എനിക്ക് എടുക്കാവുന്നതാണെന്ന് പറയുന്നത് ശരിയല്ല. അത് നമ്മൾ മറ്റു പല സ്ഥലത്തും മറ്റു പല രാജ്യങ്ങളിലും മറ്റു പല ആളുകളെയും ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു മര്യാദ നമുക്ക് പിന്നെ മനസ്സിലാവുന്നത്.
ഇത് പട്ടാള ക്യാമ്പിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ മുതൽ അവിടെ ഉണ്ട്. ആർമി ക്യാമ്പിൽ ഒരു റിക്രൂട്ട്മെന്റിന്റെ സാധാരണ ഒരു ചിത്രമാണ്. 5 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം അല്ലേ, പിന്നെ ബ്രീത്ത് പിന്നെ പുറത്തേക്ക് എടുത്തിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് ഇതിന്റെ 5 ഇഞ്ച് അല്ലേ, 5 ഇഞ്ചാണോ 5 സെന്റിമീറ്റർ ആണോ അറിയില്ല, ഓർമ്മയില്ല, ഇനി മാത്തമാറ്റിക്സിൽ വീക്കാണ്. അപ്പോൾ ആ എക്സ്പാൻഷൻ, അപ്പൊ ഇതിങ്ങനെ കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ കാണുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ പ്രൈമറി ഈ സംഭവം. ആദ്യം ഹൈറ്റ് നോക്കും, ദെൻ ചെസ്റ്റ്, അങ്ങനെയാണ് നോക്കുക. പക്ഷെ ഈ രണ്ടാമത്തെ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി പലരും ഫെയിൽഡ് ആണ്. അവർ അടുത്ത ടെസ്റ്റിലേക്ക് പോകാനേ കഴിയുന്നില്ല. ആർമി റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടായിരിക്കും ഇവരൊരു കൂട്ടത്തോടെ വന്നേക്കാണ്, പിന്നെ പട്ടാളത്തിൽ ജോലി കിട്ടുമെന്ന് കരുതിയിട്ട് വന്നേക്കാണ്. ഇതിന് ഒരുപാട് പിന്നെ പ്രിപ്പറേഷൻസ് വേണം എന്നൊന്നും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു അത്ര അവർ ആലോചിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിജക്ഷന്റെ എണ്ണം കൂടി തുടങ്ങി. സോ ഇത് നമ്മളൊരു ആസ് എ ഒരു ടെക്നിക്കൽ മാത്രം വിവരമുള്ള ഒരു ഫോട്ടോഗ്രാഫി ചിത്രം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളിങ്ങനെ പിക്ചർ എടുത്തുകൊണ്ടിരിക്കും. ടെക്നിക്കലി ഫിറ്റായ, ടെക്നിക്കലി പെർഫെക്റ്റ് ആയ, ടെക്നിക്കലി ചാലഞ്ചിങ് ആയ, ഒന്നും പറയാൻ പറ്റാത്ത ചിത്രങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും അല്ലെ, അതൊരു തർക്കമില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഇവിടെ വാട്ട്സ് ഗോയിങ് ഓൺ എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്കാരും പറഞ്ഞു തരില്ല. നമ്മൾ ആ സ്പോട്ടിൽ നിന്നുകൊണ്ട് അതിന്റെ ഒരു വൈബ് നമുക്ക് പിന്നെ മനസ്സിലാക്കണം. എത്ര പേരാണ് ഫെയിലിയർ ആയി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഇവർ തന്നെ ഡെസ്പറേറ്റ് ആയിട്ട് തുടങ്ങി. ഇവര് പിന്നെ വരുന്ന ആളുകൾ പറയുന്നുണ്ട്, നീ വേണ്ട, നിനക്ക് കിട്ടില്ല, നോക്കണ്ട എന്ന് പറഞ്ഞ് വിട്ടുതുടങ്ങി. സോ സ്റ്റോറി ആ രീതിയിലേക്ക് മാറും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൽ വന്ന പല ഉദ്യോഗാർത്ഥികൾക്കും അല്ലെങ്കിൽ പല കാൻഡിഡേറ്റ്സിനും ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇതിൽ പിന്നെ ഫിസിക്കലി പാസ്സായിട്ടില്ല. സോ അങ്ങനെ ഒരു സ്റ്റോറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല. കാരണം ദേ ആർ നോട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഫിറ്റ് അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ നമുക്കൊരു ഒരാളുടെ ഫേസ് കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റിസ് അല്ലെ, അയാളോട് കാണിക്കുന്ന ഒരു ജസ്റ്റിസ് അല്ല. സോ ഇതൊരു ആർമി ക്യാമ്പ് ആണെന്ന് നമുക്ക് തോന്നണം, അല്ലെങ്കിൽ ഒരു ആർമി റിലേറ്റഡ് ഇവന്റ് ആണെന്ന് തോന്നണം. അതിൻ്റെ അകത്ത് ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു വിഷ്വൽ ഉണ്ടാവണം. അങ്ങനെ ഒരു വിഷ്വലാണ് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തത്. ഇതിൽ 5 പേരുണ്ട് ആക്ച്വലി, 1 2 3 4 5. ആർക്കും ഫേസ് ഇല്ല. ഇവരുടെ ഫിസിക്കൽ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം, ഇവർ ഫിസിക്കലി ഫിറ്റ് അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ എത്ര സമയം നിന്നാലാണ് 5 പേരുടെ മുഖമില്ലാത്ത ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ പിക്ചർ കാണിക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ്. അപ്പൊ എനിക്ക് ധൈര്യപൂർവ്വം ആ ഒരു സ്റ്റോറിക്ക് ഈ പിക്ചർ എനിക്ക് പിന്നെ കൊടുക്കാൻ കഴിയും. കാരണം ആർക്കും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അതില് ഫേസ് കാണുന്ന ഒരാളിന് വേറൊരു കാൻഡിഡേറ്റ് ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഫേസ് വെച്ചിട്ടാണ് അത് കവർ ചെയ്യുന്നത്. സോ ഒരാളിന്റെ മുഖം വേറൊരാളിന്റെ ഫേസ് വെച്ചിട്ട് ഞാൻ സേവ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ ആ പേർപ്പസ് സെർവ് ചെയ്തു എന്ന് എനിക്ക് പറയാം. Know the person before you portray him. It speaks a lot. ഇത് എപ്പോഴും പരിചയമില്ലാത്ത ആളിനെ ഞാൻ കേരളത്തിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ പരിചയമില്ലാത്ത ആളുകളെ ഷൂട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. നമുക്ക് നമ്മുടെ ഒരു ഏരിയയിലുള്ള ആളുകളെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അറിയാൻ എളുപ്പമാണ് നമ്മളൊരു പക്ഷെ ഇവിടെ കുറെ കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കേരളത്തിൽ ഞാൻ പാർട്ടി കോൺഗ്രസ് എടുക്കാൻ പോകുന്ന സമയത്താണ്, കേരളത്തിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിലാണ് നടക്കുന്നത്. അപ്പം അവിടെ മീഡിയസിന് ഫസ്റ്റ് ഡേയിൽ മാത്രമേ എൻട്രി ഉള്ളൂ. ഫസ്റ്റ് ഡേയിൽ ഓപ്പണിംഗ് സെഷൻ എടുത്താൽ പിന്നീട് 4 ദിവസത്തിന് ശേഷം പൊതുജന റാലിയും ഒരു സമ്മേളനമുണ്ട്, അത് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരുടെ ഇൻഹൗസ് ഇവന്റ് ആണ്. അപ്പം എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള അന്ന് EK നായനാരുണ്ട്, VS ഉണ്ട്, പിന്നെ പിണറായി ഉണ്ട്. അത്തരം ആ 3 പേരുമാണ് കേരളത്തിൽ നിന്നുള്ള പ്രോമിനന്റ് ലീഡേഴ്സ്. പക്ഷെ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല. കാരണം ഇവർ പൊളിറ്റിക്സ് പറയില്ല. കാരണം പാർട്ടി സമ്മേളനമാണ് നടക്കുന്നത്. സംസാരിക്കില്ല എന്ന് തീർത്ത് പറയും. സംസാരിക്കാത്തതിൽ ഓക്കെ, പക്ഷെ ഇവര് പിക്ചറിന് പോലും ചിലപ്പോൾ നമുക്കൊരു ആക്സസ് ഉണ്ടാവില്ല. ആദ്യത്തെ ദിവസം ഞാൻ പ്രകാശ് കാരാട്ടിനോട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ 10 മിനിറ്റ് കയറിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു മീറ്റിംഗ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇറങ്ങണം എന്ന് പറഞ്ഞു കയറി. പക്ഷെ അപ്പോഴും നമ്മൾ വളരെ വിസിബിൾ ആണ്. നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ അങ്ങനെ
വിസിബിൾ ആകുമ്പോൾ ആ പിക്ചറിന് ഒരു സുഖം ഉണ്ടാവില്ല. ഐ കോണ്ടാക്ട് നമ്മുടെ നേരെ ആയിരിക്കും പിക്ചേഴ്സ് മുഴുവൻ. അപ്പോൾ ആദ്യത്തെ ദിവസത്തോടെ എൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഫെയിലിയർ ആയി. പിന്നീട് സെക്കൻഡ് ഡേയിൽ ഇ.കെ. നായനാർ താമസിക്കുന്ന, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു, എനിക്ക് വർഷം ഓർമ്മയില്ല, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം താമസിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ വിജയമോഹൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റിപ്പോർട്ടറാണ്, സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ വിജയമോഹൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇ.കെ. നായർ റൂമിലേക്ക് കയറി ചെന്ന് കൊടുത്തപ്പോൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ എൻ്റർ ചെയ്യാണ്. കയറിയപ്പോഴേ പറഞ്ഞു, മോഹന നിന്നോട് ഒന്നും പറയാനില്ല, ശാരദ ഒരു ചായ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഒന്നും സംസാരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ക്യാമറ എടുക്കാൻ നേരത്ത് ഇദ്ദേഹം എന്നെ നോക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതാണ് കുഴപ്പം. നമ്മൾ ഒരു പരിധി വിട്ടിട്ട് നമ്മളോടൊരു സൗഹൃദത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിട്ടിട്ട് അത് എതിർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇന്ന് എനിക്ക് ഇവിടുന്ന് ഒരു പിക്ചർ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അടുത്ത ദിവസമേ ചാൻസ് ഉള്ളൂ. കാരണം ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരുപാട് വൈകും. പിന്നെ ഇവർ എപ്പോഴാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. വെന്യൂവിലേക്ക് എനിക്ക് പ്രവേശനമില്ല. സോ ഓൾ ദ ഡേ ഹൈദരാബാദിൽ ഞാൻ വെറുതെ നടക്കണം. ഒരു ചിത്രം പോലും എടുക്കാതെ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ചുമ്മാ റൗണ്ട് ചെയ്ത് നടക്കണം. അപ്പോൾ ഇവര് തമ്മിൽ വലിയ പൊളിറ്റിക്സ് ഒന്നും അല്ലെങ്കിൽ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇവിടുന്ന് ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഇ.കെ. നായരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ വരാന്ത, ഇതൊരു നമ്മുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ പോലത്തെ ഒരു സ്ഥലമാണ്, പഴയൊരു വലിയൊരു കെട്ടിടം. അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു വരാന്തയിൽ നിന്ന് ഈ കോറിഡോറിന്റെ അങ്ങേയറ്റത്തെ മുറിയിൽ നിന്ന് VS അച്യുതാനന്ദൻ ഒറ്റയ്ക്ക് ഇറങ്ങി വരും. സോ എന്നെ സംബന്ധിച്ച് ഇനി ഒരു ഓപ്ഷൻ VS ഉള്ളൂ. പക്ഷെ എന്താണ് ഈ ഒരു നടന്നിറങ്ങി അദ്ദേഹത്തിന് പിന്നെ പറഞ്ഞിട്ടുള്ള കാറിലേക്ക് കയറി അദ്ദേഹം വെന്യൂവിലേക്ക് പോകും. ഇതിനിടയ്ക്ക് എന്താ അത് VS ആണ്, ഒട്ടും ഫ്രണ്ട്ലി അല്ല. എനിക്ക് അദ്ദേഹത്തെ പരിചയം പോലും ഇല്ല, എന്നെ തിരിച്ചറിയാൻ പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. സോ ഇദ്ദേഹം വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ മുന്നിലൂടെയാണ് സ്റ്റെയർ കേസ്. അപ്പൊ ഞാൻ വിചാരിച്ച അദ്ദേഹം നേരെ സ്റ്റെയർ കേസിൽ കൂടെ താഴേക്ക് ഇറങ്ങുമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് പകുതി ദൂരത്തിൽ അദ്ദേഹം ഒരു ലിഫ്റ്റിൽ കയറി അദ്ദേഹം വാതിലടഞ്ഞു. പിന്നെ എനിക്ക് ചാൻസ്, ഞാൻ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടി താഴെ എത്തുമ്പോൾ ഇദ്ദേഹം ലിഫ്റ്റ് തുറന്ന് ആ കോറിഡോറിലൂടെ പുറത്തേക്ക് പോയി. അവിടെ വെച്ചിരുന്ന ഒരു കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് റിഫ്ലക്ട് ചെയ്തു. ശ്രദ്ധിച്ചറിയാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടുപേരൊക്കെ നിൽപ്പുണ്ട്. ഞാൻ വളരെ ക്യുക്കായിട്ടാണ് അത് എടുത്തത്. എനിക്ക് ആകെ അവിടെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കണ്ണാടിയാണ്. പക്ഷെ ക്യാപ്ഷനിൽ പ്രതിച്ഛായ മങ്ങാതെ എന്നാണ് കൊടുത്തത്. ആ പിക്ചറിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഇമേജ് പ്രതിച്ഛായ മങ്ങുമോ, അങ്ങനെ ഇൻ എവറി ആസ്പെക്ട് അതിനൊരു ലൈഫ് ഉണ്ട്. ആ ചിത്രത്തിന് ലൈഫുണ്ട്. ഈ ചിത്രം എടുത്ത് VS പാസ് ചെയ്ത് അങ്ങ് പോയി. അപ്പോഴേക്കും എന്നെ ബ്ലാക്ക് കാറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ കമാൻഡോസ് ഉണ്ടായിരുന്നു. കാരണം ഈ സെയിം ഗസ്റ്റ് ഹൗസിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ താമസിച്ചിരുന്നത്. അദ്ദേഹം ഒന്ന് ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തത് അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു വുഡൻ സ്റ്റെപ്പ് ആയതുകൊണ്ട് അവർ ഓടി വന്ന് വെച്ചിട്ട് എന്തിനാണ് ഇവിടെ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഫാസ്റ്റ് മൂവ്മെന്റ് നടത്തിയതെന്ന് ചോദിക്കുമ്പോഴാണ് ഇ.കെ. നായനാർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നീ ഇതുവരെ പോയില്ലേ എന്നാണ് ചോദിച്ചത്. ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പുറത്തേക്ക് പോയിട്ട് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇ.കെ. നായനാരാണ് ഇതുപോലെ ഒരു കണ്ണാടിക്ക് മുന്നിൽ കൂടെ വന്നിരുന്നെങ്കിൽ ആ പിക്ചർ സ്യൂട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. VSന്റെ ആ ഇമേജ് എന്ന് പറയുന്ന എലമെന്റ് ആ കണ്ണാടിയായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ബിഫോർ യു പോർട്രേ യു നോ ദ പേഴ്സൺ. KPC ലളിതയ്ക്ക് മികച്ച TV ആക്ട്രസ് അങ്ങനെ ഒരു കാറ്റഗറിയാണ്, അവാർഡ് വാങ്ങിക്കാൻ വരികയാണ്. അപ്പൊ ഒരു അവാർഡ് ദാന ചടങ്ങാണ്. ഇതൊരു മുഖ്യമന്ത്രി വന്ന് അവാർഡ് ദാനം, ഒരു പ്രസംഗം ഉണ്ടാവും, അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് കൊടുക്കും, പോകും. ഒരു ഔദ്യോഗിക ചടങ്ങ്. എനിക്ക് ഇത്തരം ചടങ്ങുകളിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഔട്ട് ഓഫ് സംതിങ് എന്തെങ്കിലും പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരിക്കും. അപ്പോൾ KPC അവാർഡ് വാങ്ങിയതിന് ശേഷം അവരോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. പോഡിയത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റാർസും ഈ സ്റ്റാർ നൈറ്റും മറ്റ് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തിട്ട് അവർ വളരെ അല്ലേ സ്റ്റേജിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ അവർക്ക് നല്ല ഇതുണ്ട്, എൻ്റെ നിശ്ചയമുണ്ട്.
KPC ലളിത വന്ന് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് AK ആന്റണി ഇങ്ങനെ നോക്കി. അപ്പൊ AK ആന്റണി അടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവർ പെട്ടെന്ന് ഷോ എന്ന് പറഞ്ഞു. ആ ഒരു മൊമെന്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസത്തെ ക്യാപ്ഷനും അത് തന്നെയായിരുന്നു, ക്യാച്ച് വേർഡ് അത് തന്നെയായിരുന്നു, ഷോ. കാരണം അതിൽ ആ KPC ലളിതയുടെ ശബ്ദം നമുക്ക് കൃത്യമായിട്ട് അവരുടെ ആക്സെന്റ്, അവരെങ്ങനെയായിരിക്കും ആ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് കൺവേ ചെയ്യാൻ പറ്റി. അതില് ആ അവാർഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, നമുക്ക് ഒരു TV അവാർഡ് ആയതുകൊണ്ട് അതൊരു പോപ്പുലർ ഫേസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പത്രങ്ങൾ കവർ ചെയ്യുക. അപ്പോൾ KPC ലളിതയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പിക്ചറാണ് പത്രം പിന്നെ ന്യൂസ് റൂമിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്, കൃത്യമായിട്ട് ഷീൽഡ് കൊടുക്കുന്ന ഒരു ചിത്രം. പക്ഷേ ഇതിൽ ഷീൽഡ് ഇല്ലെന്നേ ഉള്ളൂ, അതിനേക്കാൾ എത്രയോ എനർജി ഉള്ള, എത്രയോ ഇൻട്രസ്റ്റിംഗ് ആയി, എത്രയോ ആളുകളുമായിട്ട് ഒരു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറാണത്. സറ്റയർ അത് കൈവിട്ട് പോകാതെ നമ്മൾ പറയുന്ന വാക്കുകൾ ചാട്ടുളി പോലെ എഫക്റ്റ് ചെയ്യും. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ അത് ഇൻസൾട്ട് ആവും. പക്ഷെ അത് കൃത്യമായ ഡോസിൽ, അറിഞ്ഞ ഡോസിൽ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ അച്ഛനമ്മമാരെ കുട്ടികളോട് പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പഠിക്കാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ പറയുന്ന ഒരു വാക്കായിരിക്കും അവരെ പെട്ടെന്ന് പോയിരുന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിലൊരു ചെറിയ കൊട്ടുണ്ടാവും. അപ്പൊ ചില സമയത്ത് ഇത്തരം സറ്റയർ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ കൊല്ലത്ത് ഞാൻ പുതുതായിട്ട് കൊല്ലത്ത് ഇങ്ങനെ ജോലി ചെയ്തപ്പോൾ എനിക്ക് അവിടെ സ്ഥലം പരിചയമില്ല, എനിക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാനിങ്ങനെ റിപ്പോർട്ടേഴ്സിന്റെ ടേബിളിൽ പോയിരുന്ന ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ഞാനിങ്ങനെ നോക്കുകയാണ്, ഓരോരുത്തർ കൊടുത്തു വിടുന്ന വാർത്തകൾ. ഈ പത്രക്കുറിപ്പുണ്ടാവും. ചില ആളുകൾക്ക് അവരുടെ പത്രങ്ങളിൽ അവരുടെ പേര് വരാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ കയറി പ്രതിഷേധിക്കും, അവരാരോപിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും നന്നാക്കണമെന്ന് ആവശ്യപ്പെടും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ മെയിൻ ഉദ്ദേശം എൻ്റെ പേര് അവിടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു സോഷ്യലി, ചിലപ്പോൾ അത് റീസണബിൾ ആയിരിക്കും, ചിലപ്പോൾ അത് ജെന്യൂൻ ആയിരിക്കും, ചില സമയത്ത് ഈ പറയുന്ന അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പാർക്ക് വെട്ടിത്തെളിക്കണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. അപ്പോൾ അതൊരു വലിയ ആവശ്യമൊന്നുമില്ല, പത്രത്തെ സംബന്ധിച്ച് ഇതൊരു 2 വരി വാർത്തയുള്ളൂ. അപ്പൊ ഞാൻ കരുതി എനിക്ക് പ്രത്യേകിച്ച് സ്ഥലം അറിയില്ല, ഇന്ന് പാർക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓഫീസിലുള്ള ഒരു സ്ഥലം പറഞ്ഞു. ചെന്നപ്പോ പാർക്ക് വെട്ടിത്തെളിക്കല്ല, ഇതാണ് ആ പാർക്കിന്റെ അവസ്ഥ. അപ്പം ഞാനൊരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കുട്ടി അതിലെ ആ പാർക്കിൽ സൈക്കിളുമായിട്ട് വരുന്നത്. ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ചിത്രം ഒരു 2 വാക്കിൽ കൊടുക്കാവുന്ന പ്രസ് റിലീസിന്റെ ചിത്രമാണ്. ആ പാർക്ക് മുഴുവൻ കാടാണെന്നും, അപ്പൊ നമ്മൾ അവിടെ രോദനമൊന്നും ആയിരുന്നില്ല പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കാട് കയറാം, വരൂ പാർക്കിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്ത കൊടുത്തത്. അടുത്ത 2 ദിവസത്തിന് ശേഷം കോർപ്പറേഷന്റെ ഒരു റിലീസ് വന്നു. അവര് വളരെ വലിയ കാര്യം ചെയ്ത പോലെ ഞങ്ങൾ പാർക്ക് വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ആ ക്ലീൻ ആക്കിയിട്ടുള്ള പുതിയ പാർക്കിന്റെ പിക്ചർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര പ്രാവശ്യം, അപ്പൊ ഞാൻ റിപ്പോർട്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പല പ്രാവശ്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ചില സമയത്ത് പരിഹാസത്തിന്റെ വില വളരെ സ്ട്രോങ് ആണ്. ഇത് കോസ്റ്റൽ ഏരിയയിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. സോ നമുക്കറിയാം കടപ്പുറത്ത് അവർ തമ്മിൽ പല ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ തമ്മിലുള്ള ഗ്രൂപ്പൊക്കെ മാറിയിട്ട് അവർ തമ്മിലായിരിക്കും ഐക്യം. സോ പോലീസ് അവിടെ എത്തി. പോലീസ് ഈ 2 ഗ്രൂപ്പിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് എത്തിക്കഴിഞ്ഞപ്പോൾ 2 ഗ്രൂപ്പും കൂടെ ഒന്നായിട്ട് പോലീസിനെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ പോലീസിന് പിടിച്ചിരിക്കാൻ വയ്യ. പോലീസ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ പിക്ചർ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ രൂപം ഇങ്ങനെയായിരുന്നു: സെൽഫ് ഡിഫെൻസിനായി പോലീസ്, സെൽഫില്ലാത്ത വാനുമായി സെൽഫ് ഡിഫെൻസിനായി പോലീസ്. ഇതാണ് അവരുടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് അവർക്ക് വേണ്ട പ്രൈമായിട്ടുള്ള അവരുടെ ഇത്. വണ്ടിക്ക് സെൽഫ് പോലും ഇല്ല. അവരങ്ങനത്തെ ഒരു സ്ഥലത്താണ് റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്യാൻ വരുന്നത്. എന്തോ കഷ്ടമാണെന്ന് ആലോചിക്കും. സോ അതിനെ വളരെ ഗൗരവത്തിലുള്ള ഒരു സാധനമാണെങ്കിൽ പോലും ഞാൻ അതിനെ കണക്ട് ചെയ്തത് ഈ ഒരു എലമെന്റുമായിട്ടാണ്. നമുക്കിനി എത്ര സമയമുണ്ട്? ഹാഫ് ആൻ അവർ ആണോ ഉള്ളത്? തുടർന്നോട്ടെ, പ്രശ്നമില്ല. ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം.
20 minutes ആണ് ബിജു ഉള്ളത്. അതെ 8:30 ആണ്, പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തുടർന്നോളൂ. ഓക്കെ. ബി എ ഗുഡ് ലിസണർ ആൻഡ് സ്പോട്ട് യുവർ പിക്ചർ. നമുക്ക് ഏറ്റവും നല്ല കേൾവിക്കാരനാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, പിന്നെ ചേട്ടാ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് വരും. ഞാൻ പറയാം വരാം. എന്താ അവിടെ ഉത്സവത്തിന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അവിടെ വഴിയൊന്നുമില്ല, വള്ളത്തിലൊക്കെ കയറി വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആനയായിരുന്നു എൻ്റെ ഉദ്ദേശം, ആനയെ കാണുക, ആനയെ എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. സോ ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ എങ്ങനെ വരും? അപ്പോ ആനയൊന്നും ഇല്ലല്ലേ? ഇല്ലില്ല, ആനയുണ്ട്. ആന പുഴ നീന്തിയാണ് വരിക എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഉത്സവത്തിന് പോകാനുള്ള ഏറ്റവും ശക്തമായ ഈ ഒറ്റ കാരണം ഈ ഒരൊറ്റ വാചകമായിരുന്നു. എല്ലാ സ്ഥലത്തും അമ്പലത്തിൽ സാധാരണ ഉത്സവങ്ങൾ നടക്കും. ഏറ്റവും ഡിഫറെന്റ് ആയ ഒരു ഉത്സവം ഇതുപോലെ ഒരു അഷ്ടമുടി കായലിന്റെ ഒരു 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 കൈവഴിയാണ്. കായലിന്റെ പേര് ഞാൻ മറന്നു കൃത്യമായിട്ട്. ക്യാപ്ഷനിൽ എഴുതുന്ന പേര് സാധാരണ നല്ല ഓർമ്മയിൽ നിൽക്കുന്നതാണ്, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. അപ്പോ പേഴുന്തുരുത്ത് കറക്റ്റ് ജ്യോതി, കറക്റ്റ്. അപ്പോ ഇത് രണ്ട് രീതിയിലാണ് ഞാനത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ ഒരു ജോഗ്രഫി എല്ലാം കാണുന്ന രീതിയിലും ഇത് ക്യാൻ ബി അനദർ മൂഡ്. ഇപ്പൊ ഏറ്റവും ഷോക്കിംഗ് ആയ ഒരു കാര്യം എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു മനോരമയെന്ന് പിന്നെ ഫോട്ടോഗ്രാഫർ വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ അമ്പലത്തിലേക്ക് പോയില്ല. ഞാൻ ഈ പിക്ചർ എടുത്തിട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫ്രെയിം എന്ന് പറയുന്ന ഇതായിരുന്നു. ഞാൻ ആ ഉത്സവം കവർ ചെയ്യാൻ പോയില്ല, ഞാൻ നേരെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു, നമ്മൾ ഒരു കേൾവിക്കാരനായിരുന്നാൽ ആ കേൾവിക്കാരന് എന്താണോ ആ പറയുന്ന ആളിൽ നിന്ന് കിട്ടുന്നത് അതൊരു പിക്ചറിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അവിടെ ആനയ്ക്ക് വരാൻ വഴിയില്ല, ആന നീന്തിയാണ് വരുന്നത് എന്നുള്ളൊരു വാചകമാണ് എന്നെ ഹോണ്ട് ചെയ്തത്. ഇത് കണ്ടിട്ട് ഇനി അങ്ങോട്ട് ആരും പോകണ്ട, അവിടെ പാലം വന്നു, ആന ഇപ്പൊ പാലത്തിൽ കൂടിയാണ് പോകുന്നത്. മേക്ക് ഡൗട്ട്, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ ഒരു പോർട്രേറ്റ് എടുക്കണം ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. അവരൊരു പ്ലാസ്റ്റിക്സ് പിന്നെ സർജറി ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു പോർട്രേറ്റ് ആണ് എടുക്കുന്നത്. ആ ഡോക്ടറെ കാണാൻ ഞാൻ റിസപ്ഷൻ ചെന്നപ്പോൾ എൻ്റെ അടുത്തുണ്ട്, ഡോക്ടർ കുറച്ച് തിരക്കിലാണ്, വെയിറ്റ് ചെയ്യും. ഹോസ്പിറ്റലിൽ ഒരിക്കലും പരിചയത്തിൽ കാണാത്ത ഒരു ഫോം ആർട്ട് അവിടെ ഇരിക്കുന്നു. ഞാൻ ഈ ആർട്ടിലേക്ക് ചോദിച്ചിട്ട് അവിടെ ഒരു നല്ല പെയിന്റിങ് ഇരിക്കുന്നു. ഹോസ്പിറ്റലിൽ ഒരിക്കലും അങ്ങനെ പെയിന്റിങ്സ് വെക്കാറില്ല, മീൻസ് ഹോസ്പിറ്റലിൽ വെക്കാത്ത രീതിയിലുള്ള ഒരു പെയിന്റിംഗ് ആണ്. സോ ഞാൻ ഡോക്ടറോട് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്, അയാൾ വരച്ച പെയിന്റിംഗ് ആണ്. അപ്പോഴാണ് അറിയുന്നത് അപകടത്തിൽപ്പെട്ട് ഫേസിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരുടെ കണ്ണും മൂക്കും എല്ലാം വരയ്ക്കുന്ന ആർട്ടിസ്റ്റാണ്. ഒരു ഡോക്ടറുടെ പോർട്രേറ്റ് എടുക്കാൻ പോയ ഞാൻ അതിൻ്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് ആ സ്റ്റോറി വീണ്ടും മാറുകയാണ്. ഇതാണ് ഇടതുവശത്ത് കാണുന്നതാണ് ആർട്ടിസ്റ്റ്. ഞാൻ ചിത്രമെടുക്കേണ്ട ഡോക്ടറാണത്. അവിടെ ഒരു ആസിഡ് വിക്ടിമിന്, ചെറുപ്പത്തിൽ ആസിഡ് വീണിട്ട് ഫേസ് പൊള്ളിപ്പോയ വിക്ടിമിനെ അവർക്ക് ആർട്ടിഫിഷ്യൽ കണ്ണ് വെച്ചു കൊടുത്ത്, മീൻസ് അതിന് പിന്നെ കണ്ണില്ല ഓൾറെഡി, അതിൻ്റെ കണ്ണ് വെച്ചു കൊടുത്ത് അതിൻ്റെ ജീവൻ മീൻസ് അതിൻ്റെ രൂപം വീണ്ടും. ഇതാണ് ആസിഡ് വിക്ടിം. ഒരു ചെറിയ ഒരു ചോദ്യത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഒരു വാളിൽ കണ്ട ഒരു ആർട്ട് എന്ത് എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഈ ഒരു ഇത്തരം ഒരു ആസിഡ് വിക്ടിമിന്റെ ഡോക്യുമെന്ററിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഫോട്ടോ സീരീസിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ചോദ്യം, ആ ഒരു ഉത്തരവാണ്. ബി പ്രിപ്പയർ ഫോർ എ സർപ്രൈസ്. ചിലപ്പോൾ നമ്മളെ വളരെ സന്തോഷിപ്പിക്കാനായിട്ട് ചില ആളുകൾ പറയും ഒരുപാട് സംഭവങ്ങളുണ്ട്, നിങ്ങൾ അവിടെ വരണം, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരുപാട് ആനകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമുണ്ട്. അപ്പൊ ആന എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതായിരിക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് ആനകൾ എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 3 ആനയേ ഉള്ളൂ, വെറും 3 ആന. അതിൽ 2 ആനയെ അവിടെ വന്നിട്ടുള്ളൂ. ഈ 3 ആനയുടെയൊക്കെ ഉത്സവം പേപ്പറിൽ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും. പക്ഷെ ഞാൻ ഇത്രയും ദൂരം വന്നതല്ലേ, സോ ജസ്റ്റ് പ്ലേ ലൈക്ക് എ ഫ്രെയിം. ആകെ 2 ആനയേ ഉള്ളൂ കേട്ടോ. അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആനകളുണ്ടെന്ന് തോന്നും. അവിടെ ഉണ്ടായിരുന്ന ആകെ 2 ആന ഇത് മാത്രമാണ്. പിന്നീട് ഭക്തരുടെ വലിയൊരു യാഗം അവിടെ നടക്കുകയാണ്, ഞങ്ങളുടെ ഒരു ഇത് നടക്കുകയാണ്, 100 കണക്കിന് ഭക്തജനങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ ഒരു ചെറിയ ഷെഡ് മാത്രമേ അവിടെ കെട്ടിയിട്ടുള്ളൂ. ഞാനടക്കം 17 പേരാണ് അവിടെ ഉള്ളത്. ചിത്രത്തിന് ഒരു സാധ്യതയില്ല, കാരണം ആ ചിത്രം അവര്
വെന്യൂ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ഒട്ടും വിഷ്വലി അപ്പീലിംഗ് അല്ല. അപ്പോൾ ഞാൻ കാണിച്ചൊരു ഗിമിക്ക് എന്ന് പറയുന്ന കണ്ണടിയിലുള്ള ഒരു റിഫ്ലക്ഷൻ കാണിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ ജേർണലിസ്റ്റിൽ നിന്ന് ആർട്ടിലേക്ക് പോയി. ആർട്ടിലേക്ക് ആർട്ട് കാണിച്ചിട്ടാണ് അത് ഞാൻ രക്ഷപ്പെടുത്തുന്നത്. ഇത് പല ആളുകളുടെയും വാക്കുകളുടെ എക്സാജുറേഷൻ വിശ്വസിച്ച് നമ്മൾ പോകുമ്പോൾ പറ്റുന്ന ചില അബദ്ധങ്ങളാണ്. ബാരിയേഴ്സ് ഗിവ് യു ദ ബെറ്റർ പിക്ചർ. പലപ്പോഴും തടസ്സങ്ങളാണ് ഏറ്റവും നല്ല പിക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ദുബായ് ടൂർ എന്ന് പറയുന്ന സൈക്ലിങ്ങിൽ നമുക്ക് വളരെ പ്ലാൻ ചെയ്ത് വളരെ നേരത്തെ മുൻകൂട്ടി നമ്മുടെ റൂട്ട് നേരത്തെ സ്പോട്ടിൽ പോയി നിന്നാൽ മാത്രമാണ് ഇത്തരം ഒരു പിക്ചർ കിട്ടുക. ഈ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ചേസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവരുടെ പുറകെ മാത്രം ഡ്രൈവ് ചെയ്ത് പോകാനേ പറ്റും. അത് അവരുടെ സ്റ്റിക്കറും മറ്റു കാര്യങ്ങളെല്ലാം തന്നു നമുക്കൊരിക്കലും ഇവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാനോ ഇവരെ ഓവർടേക്ക് ചെയ്യാനോ പറ്റില്ല. സോ ഇവർ വരുന്നതിന് ആ റൂട്ട് മാപ്പ് മനസ്സിലാക്കി നേരത്തെ മുന്നേ തന്നെ അവിടെ പോയി ആ സ്പോട്ടിൽ നിന്ന് ചിത്രം എടുക്കുക. ഇവർ പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുക. അതാണ് രീതി. 2 ദിവസം ഞാൻ ഈ ഒരു ടൂറിന്റെ ചിത്രം എടുത്തു. 3ാമത്തെ ദിവസം എൻ്റെ ഓഫ് ഡേ ആണ്. വേറൊരു കൊളീഗാണ് പോകേണ്ടത്. അദ്ദേഹത്തിന് എന്തോ കാര്യത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ എനിക്ക് യാതൊരു പ്ലാനിങ് ഇല്ലാതിരിക്കുമായിരുന്നു. എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും പോയിട്ട് എവിടെന്നെങ്കിലും പോയിട്ട് ആ ടൂർ. അപ്പോൾ എനിക്ക് ടൂറിന്റെ റൂട്ടൊന്നും ഓർമ്മയില്ല. അങ്ങനെ റൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് ഓൾറെഡി റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും. ഒരു ഡൈവേർട്ട് ചെയ്യും, റോഡ് ബ്ലോക്ക് ചെയ്യും. ഇന്റർനാഷണലി നടക്കുന്ന ഒരു ഇവന്റ് ആണ്. സോ എനിക്ക് എത്തിപ്പെടാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയോ ഒരു സ്പോട്ടിൽ എത്തിയിട്ട് ഒരുപാട് ദൂരം നടന്ന് ഒരു പാലത്തിൽ കയറിയിട്ട് എനിക്ക് കിട്ടിയൊരു പിക്ചർ എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേ ആണ്. കാരണം എനിക്ക് നേരത്തെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ കിട്ടിയതിനേക്കാൾ ഡിഫറെൻ്റ് ആയ ഒരു പിക്ചർ ആയിരുന്നു അത്. പക്ഷെ ഏറ്റവും ലേറ്റ് ആയിട്ട് ഞാൻ അറിയുന്നു. ഏറ്റവും തടസ്സങ്ങളിൽ പോലീസിനോടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലീസിനോടൊക്കെ പറയുന്നതിൻ്റെ ഒരു ന്യായം വേണം. ഈ ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് എന്നെ അങ്ങോട്ട് കടത്തി വിടണമെന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരിടത്ത് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ അവര് നമ്മുടെ കാർ റോഡിൽ പാർക്ക് ചെയ്യുന്നത് പോലും അവർ സമ്മതിക്കില്ല. കാരണം അതെല്ലാം ആക്സിഡന്റ് അതിന്റെ ഒരു സേഫ്റ്റിയെ വല്ലാതെ ബാധിക്കും. സോ നോക്കൂ, ഏറ്റവും ഞാൻ പ്രിപ്പയർഡ് ആയി 2 ദിവസം പോയ പിക്ചറിനേക്കാളും എത്രയോ ക്രിയേറ്റീവായ പിക്ചറാണ് അവസാനം ഉണ്ടായത് നോക്ക്. സോ ഞാൻ എത്ര ഒരുങ്ങി എന്നുള്ളതല്ല, ചിലപ്പോൾ ചില സമയത്ത് അതിന്റെ റിസൾട്ട് നമ്മളെ മാറ്റിമറിക്കും. ലേൺ ദ ടെക്നിക്. എനിക്ക് ഇത്ര സമയം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെക്നിക്കലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ടെക്നിക്കലായിട്ട് പറയാൻ ഇഷ്ടമല്ല. ഒരു ചിത്രത്തെ എനിക്ക് ടെക്നിക്കലായി കാണുന്നത് ഇഷ്ടമല്ല. നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് എത്ര ഗ്രാം ചില്ലി ഉണ്ടായിരുന്നു, എത്ര ഗ്രാം ഷുഗർ ഉണ്ടായിരുന്നു, എത്ര ഗ്രാം സോൾട്ട് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സാധനമാണ് എക്സിഫ് കാണുന്നത്. ഞാൻ എനിക്ക് എക്സിഫ് ഡീറ്റെയിൽ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര അത് ഉപയോഗമുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് ആദ്യകാലത്ത് എനിക്ക് എക്സിഫിനോട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ ഞാൻ വളരെ ഇപ്പം പാനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മളെല്ലാവരും ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ പാനിങ് ഉപയോഗിച്ചിട്ടുണ്ട്. പാനിങ് പ്രസ് ഫോട്ടോഗ്രാഫിയിൽ എത്രമാത്രം വേണം എന്നുള്ളതിനെ കുറിച്ച് ആവശ്യമില്ല അല്ലേ. പാനിങ് അങ്ങനത്തെ ഒരു ആവശ്യം വേണ്ടി വരാറില്ല. പക്ഷേ ചില സിറ്റുവേഷൻ നമ്മളെ ഡിമാൻഡ് ചെയ്യും. ഉദാഹരണത്തിന് ഞാനൊരു ഉത്സവത്തിന് പോകുമ്പോൾ 6 മണി 6:30 ഉത്സവം എല്ലാം വളരെ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു ആന അടഞ്ഞു. അത് ചാത്തന്നൂർ ഹൈവേയിലാണ്. അപ്പൊ അത് NH-47 ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തു നിന്നും ആലപ്പുഴയിലേക്കും പോകുന്ന റോഡിലാണ് ഈ ആനകൾ നിൽക്കുന്നത്. ആന അടഞ്ഞുമ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞു, ഫിലിം 400 ISO, ആന ആക്ഷനാണ്. ഇതൊന്നും തമ്മിൽ മാച്ച് ആവുന്നില്ലല്ലോ അല്ലെ. ഈ 3 കാര്യങ്ങളും തമ്മിൽ മാച്ച് ആവില്ല. സോ പാനിങ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തു. ഈ ആനയ്ക്കൊപ്പം ഓടി നടന്നിട്ടാണ് പിക്ചർ എടുക്കുക. ആന ഓടുന്നതിന്റെ പാരലായിട്ട് കൂടെ ഓടണം. ഈ പറയുന്ന സമയത്ത് നമ്മളൊരു പിന്നെ പാനിങ് എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ ആ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റി. അല്ലെങ്കിൽ ആനയ്ക്കൊപ്പം മൂവ് ചെയ്യുമ്പോൾ അവിടെ സംതിങ് സ്ട്രോങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവിടെ എന്തൊരു സാധനം മൂവ് ചെയ്യുന്നു, അവിടെ ആളുകൾ സ്കാറ്റേർഡ് ആണ്, ഇതാണ് എന്ന് കാണിക്കാവുന്ന ഒരു പിന്നെ വിഷ്വൽ. അപ്പോൾ പാനിങ് നമ്മൾ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. പക്ഷെ ഞാൻ ഇതിൽ ഹാപ്പിയാണ്. കാരണം എനിക്ക് ആ പാനിങ്ങിന്റെ എക്സിക്യൂഷന്റെ ടെക്നിക്കൽ പെർഫെക്ഷൻ ആയിരുന്നില്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഇത്തരം ഇതിന്റെ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നൊരു ഒബ്സർവ് ദ ബാക്ക്ഗ്രൗണ്ട് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുകയും എന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയും ഒരു ചിത്രം എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാരണങ്ങളിൽ ഒന്ന്, അല്ലെങ്കിൽ ചിത്രം എടുക്കാതെ ഒഴിവായി പോകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ബാക്ക്ഗ്രൗണ്ടാണ്.
ഇതിന്റെ പേര് ഷിപ്പ് ബിൽഡിംഗ് എന്നാണ് ഇതിന്റെ പേര്. ഇത് എല്ലാവരും കണ്ടിട്ടുള്ള പിന്നെ ദുബായിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഒരു മഴക്കാലത്ത് ഈ ഷിപ്പിന്റെ മുന്നിലുള്ള വെള്ളക്കെട്ട് എങ്ങനെയായിരിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ റോഡാണ്. പിന്നെ ദുബായിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ ഷിപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ എങ്ങനെയായിരിക്കും, അത് കടല് പോലെ ആയിരിക്കില്ലേ എന്ന് അറിയാനുള്ള ഓർമ്മയാണ്. ഇത് ഓർത്ത് വെക്കുക. ഷിപ്പ് ബിൽഡിംഗ് അവിടെ അനവസരത്തിൽ ഈ സാധനം പോയി എടുത്തിട്ട് കാര്യമില്ല. യു ഡു ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് ടൈം. ട്രഡീഷണൽ ആയിട്ടുള്ള ഫിഷർമാൻ വരുന്നതിന്റെ ഫിഷ് മാർക്കറ്റിന്റെ പുറത്തുള്ളൊരു റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ വരച്ചു വെച്ചിരിക്കുന്നത് അത് അവർ വർക്ക് ചെയ്യുന്നതാണ്. അവരുടെ പഴയ ജനറേഷനിൽ പിന്നെ ഫിഷർമാൻ വർക്ക് ചെയ്യുന്നതും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഫിഷർമാൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഷെയർ ചെയ്യുന്നത് അവരുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റുമാണ്. നോസ് ടു നോസ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു വലിയ ഒരു പവലിയന്റെ കട്ടൗട്ടാണ്. ഇപ്പുറത്തിരിക്കുന്നത് ഒരു ഓഫീസറാണ്. ഇഫ് ഇറ്റ് ടേൺ അവരുടെ മൂക്ക് തമ്മിൽ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. ഇത് എയർ ഷോയിൽ നിന്ന് എടുത്ത പിക്ചറാണ്. അദ്ദേഹം സ്മോക്ക് ചെയ്യാണ്. രണ്ടും സ്മോക്കാണ്. വിമാനത്തിൽ നിന്ന് വരുന്നതും സ്മോക്കാണ്, അദ്ദേഹം സ്മോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് കണക്ട്സ്. ഇത് വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ എനിക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഒരു മൊമെന്റ് ആയ സ്മോക്കിങ്ങിലേക്ക് ഞാൻ എന്തിനു കയറി എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ആൻസർ ഉണ്ടാവില്ല. ഇറ്റ്സ് എ ക്രിയേറ്റിവിറ്റി, സോ ഐ ക്യാൻ ജസ്റ്റിഫൈ. ഇത് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്. ഇതൊരു ബാങ്കിന്റെ പരസ്യമാണ്. എല്ലാത്തരം ആളുകൾക്കും അവിടെ ബാങ്കിന്റെ പരസ്യമാണ്. ബാങ്കിന്റെ പേര് ഞാൻ മറന്നു. എത്രയോ പ്രാവശ്യം ഞാൻ ഇവിടെ റിപ്പീറ്റഡ് ആയി പോയിട്ടുണ്ട്. ഈ പിക്ചർ ഹൂ മെയ്ഡ് ദ സിറ്റി എന്നാണ്. താഴെ ഇരിക്കുന്ന വർക്കേഴ്സ് ആണ് ദുബായ് എന്ന് പറയുന്ന വലിയ നഗരം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയും. പക്ഷെ അവർക്ക് കിട്ടേണ്ട പ്രിഫറൻസ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട റെസ്പെക്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ആ നിൽക്കുന്ന ക്യൂവിൽ ഈ താഴെ ഇരിക്കുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്തൊരു കുറച്ചൊരു ഗ്രേഡ് കൂടിയ ആളുകളാണ്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പല പ്രാവശ്യം പോയിട്ടാണ് ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചകൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് വളരെ ആക്സിഡന്റൽ ആയിട്ടാണ് ഇത്തരം ആളുകൾ നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്നത്. എനിക്ക് സിമ്പിൾ പിക്ചേഴ്സ് എടുക്കാനാണ്, വളരെ സിമ്പിൾ പിക്ചേഴ്സ് എടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഈ ചിത്രം കാണുന്നത്. ഇത് ജസ്റ്റ് എ ബാക്ക്ഗ്രൗണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു സൂപ്പർ മാർക്കറ്റിന്റെ പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിന്റെ വേ ഓഫ് പ്രോസസ് നിങ്ങളെ കാണിക്കാം. ഈ ചിത്രം ഇതൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഡെലിവറി ബോയ് പോകുന്നതാണ്. ഈ സ്ഥലത്താണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഇവിടെ കുറെ ബോക്സസ് ഉണ്ട്, ഗാർബേജ് ഉണ്ട്, ട്രോളി ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്. അപ്പൊ ഈ കാർഡ്ബോർഡ് ബോക്സസ് പിക്ക് ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റിയിലെ വർക്കേഴ്സ് വരും. മീൻസ് അതിന് ഉള്ള ആളുകൾ വരും. സോ ഇതൊരു കാർ പാർക്കിംഗ് ഏരിയയാണ്. ഒരു വാളിൽ കാണുന്ന ഫോട്ടോയാണ് ആ പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ട്രോളി. ആ കാണുന്ന വർക്കർ ഈ പെട്ടി എടുത്തിട്ട് കറക്റ്റ് ആ ട്രോളിയുടെ മുന്നിലൂടെ പോകുമ്പോൾ കണ്ടോ, അദ്ദേഹം ആ ട്രോളി എടുക്കുന്നു, മീൻസ് ആ ബോക്സ് എടുക്കുന്നു. ഇനി അദ്ദേഹം ട്രോളി എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് അദ്ദേഹം ആ ട്രോളിയിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട്. അദ്ദേഹം ജസ്റ്റ് അത് ലിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഈ സ്ഥലത്ത് ഞാൻ ഒരുപാട് സമയം ഞാൻ ഇവിടെ കാറ് കൊണ്ടിട്ടിട്ട് ഒരുപാട് സമയം കാത്തിരുന്നിട്ടുണ്ട്. എന്തായിരിക്കും എന്നുള്ളത് ഇന്നേ വരെ ഒരു സാധനം കിട്ടിയിട്ടില്ല. ഇതാണ് എനിക്ക് പിന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതായിരുന്നു. നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്ര ഇൻവോൾവ് ചെയ്ത് എത്ര അവരിൽ ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇവരുടെ ഭാഷ ഞാൻ സംസാരിക്കാത്ത ആളാണ്, അല്ലെ? ഇവര് മുഴുവൻ അറബാണ് സംസാരിക്കുന്നത്. അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ കുട്ടി ഫാൽക്കനുമായിട്ട് ഇരിക്കുന്നതാണ് ചിത്രം. അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എനിക്ക് കയറുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവനുമായിട്ടൊരു ഫ്രണ്ട്ലി ആയി. ഭാഷ അറിയാത്ത ഞങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചെന്നറിയില്ല. അവൻ ആ ഫാൽക്കനുമായിട്ട് അടുത്ത് വരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും എന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഇതൊരു ഫാൽക്കൺ ഹോസ്പിറ്റലാണ്. ആ ഫാൽക്കൺ ഹോസ്പിറ്റലിന്റെ വാളാണത്. അവനോട് ഞാൻ എനിക്ക് ഈ വാൾ ഇവിടെ ഉണ്ടെന്നറിയാം. ഞാൻ അവനോട് നമുക്ക് പുറത്തു പോകാമെന്ന ആക്ഷൻ കാണിച്ച് അവൻ എൻ്റെ കൂടെ വെളിയിൽ വന്നു. അതിൽ കാണിക്കുന്ന മുഴുവൻ അതിന്റെ പിന്നെ ഫാൽക്കൺട്രി ആയിട്ടുള്ള ഇതാണ്. ഇറ്റ് ക്യാൻ കണക്ട് അല്ലേ? പക്ഷെ നമ്മുടെ ഒരു ഗ്രീഡിനെസ്, അല്ലെങ്കിൽ പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഒരു ഗ്രീഡിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ, അല്ലെങ്കിൽ ഒരു വാട്ട് എക്സ്ട്രാ ഓൺ ദിസ്, നമുക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ഇതാണ്.
അവന് ആ സമയത്താണ് ഫാൽക്കൺ, അല്ലാത്ത സമയത്തെല്ലാം ഫാൽക്കൺ വളരെ കൂൾ ആൻഡ് കാം ആയിട്ടിരിക്കുകയായിരുന്നു. കൃത്യമായിട്ട് ആ സമയത്ത് അതിന്റെ ഫാൽക്കണിന്റെ ചിറക് വിരിക്കുകയും അതിന്റെ മുകളിലൂടെ വേറൊരു ഫാൽക്കൺ പോകുന്നതിന്റെ പിക്ചർ അവിടെ, ഇമേജ് അവിടെ, അല്ലെങ്കിൽ ആ വാളിൽ കൃത്യമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് എന്നെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ്. ഷാഡോയാണ് ഒരുപാട് ഈസി ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് ഷാഡോ പറഞ്ഞുതരും. മദേഴ്സ് ലവ് ഈവൻ ഇൻ ഷാഡോസ്, അല്ലെ? നമുക്ക് ഇത് ലോകത്ത് എവിടെ വേണമെങ്കിലും പറയാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ്. അമ്മയും കുട്ടിയും നമ്മൾ ആരും നോക്കുന്നില്ല, അവർ പിടിച്ചിരിക്കുന്ന ഷാഡോയിലെ കയ്യിലെ ഹോൾഡ് മാത്രമാണ് നമ്മുടെ കണ്ണിലേക്ക് പോകുന്നത്. ഡബിൾസ് ടെന്നീസ് ആണ്. എപ്പോഴും ടെന്നീസിന്റെ ഓരോ പോയിന്റിലും അവരുടെ സെർവിനുള്ള പോയിന്റിലേക്ക് അവരുടെ ഡിസ്കഷൻ ആണ്. ഇതിനകത്ത് ബോളിന്റെ ഷാഡോ മാത്രമേ ഉള്ളൂ, ബോളില്ല, റാക്കറ്റിന്റെ അറ്റം മാത്രമേ ഉള്ളൂ, പിന്നെ പ്ലെയേഴ്സ് ഇല്ല. പ്ലെയേഴ്സിന്റെ എല്ലാം അവരുടെ ഷാഡോയാണ്. പക്ഷെ അവർ സംതിങ് ദേ ആർ പ്ലാനിങ് എന്നുള്ളത് ഒരു ഷാഡോയിൽ കൂടെ പറയാണ്. ഇത് ബോൾ ബോയുടെ ഒരു ഷാഡോ, ബോൾ ബോയ് അല്ല, ടെന്നീസിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മൾ ഓഡിയൻസ് ഇടയ്ക്ക് എഴുന്നേക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ ഇരുത്താൻ ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. അയാളുടെ ഒരു ഷാഡോ വന്നിട്ട് ടെന്നീസിന്റെ ഒരു പിന്നെ കാഴ്ചക്കാരന്റെ കൊടയിലേക്ക് ഫോളോ ചെയ്യുകയാണ്. ഇതെന്റെ സെൽഫ് പോർട്രേറ്റ് ആണ്. ഞാൻ തന്നെ എൻ്റെ ഷാഡോ എടുത്തതാണ്. അതില് ഷാഡോ ഒബ്ജക്റ്റ് ക്യാമലാണ് ഒബ്ജക്റ്റ്, പക്ഷെ ക്യാമലിന്റെ ഒരു ടിപ്പ് മാത്രമേ ഉള്ളൂ, രണ്ടുപേരുടെയും ഷാഡോ മാത്രമേ ഉള്ളൂ. സ്റ്റിൽ വേഴ്സസ് വീഡിയോ ഏറ്റവും വലിയ ചലഞ്ച് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ പല സാധനങ്ങളും വിഷ്വലി കാണുന്ന, ഇപ്പൊ ഒരു ന്യൂസിന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓഫീസിലെ ന്യൂസ് എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്ററുടെ റൂമിലിരിക്കുന്ന TV ആണ്. നമ്മൾ പോകുന്ന ഇവന്റിലെ വിഷ്വല് ഇസ് വെരി സ്ട്രോങ്. ഇവര് ഈ വിഷ്വല് കണ്ടിട്ടാണ് വൈകുന്നേരം ഇതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പിക്ചർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇറ്റ്സ് നോട്ട്, എല്ലാ സമയത്തും ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ ഇവിടെ ഒരു റീഡിംഗ് ചലഞ്ച് നടക്കുകയാണ്. ഇന്റർനാഷണൽ റീഡിംഗിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ. $1 million ആണ് അതിന്റെ സമ്മാന തുക. ഏറ്റവും കൂടുതൽ പുസ്തകം ലോകത്ത് വായിക്കുന്ന കുട്ടിക്ക് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആ കുട്ടിക്ക് അവാർഡ് കൊടുക്കും. ഇത്ര വലിയ സമ്മാന പിന്നെ തുക കൊടുക്കും. ഒരുപാട് നോമിനീസ് സ്റ്റേജിലെത്തി ഈ ഒരു കൊച്ചുകുട്ടിക്കാണ് ആ വർഷം സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടി അവാർഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഈ കുട്ടി അങ്ങ് എക്സൈറ്റഡ് ആയിട്ട് പൊട്ടിക്കരഞ്ഞ സമയത്ത് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ഉടുപ്പ് കൊണ്ട് ഇതിന്റെ കുട്ടിയുടെ കണ്ണീര് ഉടച്ചു കൊടുത്തു. അത് വളരെ റയർ ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ ഈ ചിത്രം എടുക്കുന്ന സമയത്ത് ഒപ്പേരയിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഒപ്പേരയിൽ ഒരു സീറ്റിംഗ് ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഒപ്പേരയിൽ എല്ലാവർക്കും സീറ്റിംഗ് ആണ്. അപ്പോൾ ഇവര് ലാസ്റ്റ് മിനിറ്റിലും പറഞ്ഞു ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ബാക്കിലേക്ക് പോകണം. ബാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിൽ നിന്നുള്ള ഡോറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിൽ മതിലാണ്, അവിടെയാണ് പോയി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സ്റ്റേജിൽ നടക്കുന്ന എന്താണെന്ന് വലിയ നിശ്ചയമില്ല, വലിയ കൃത്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല, വളരെ വളരെ ഡിസ്റ്റൻസിലാണ്. സോ ഞാൻ ഈ പിക്ചർ എടുത്തിട്ട് തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന വഴി എനിക്ക് കോള് ഓഫീസിൽ നിന്ന് വരുന്നത് മറ്റേ ബുക്ക് അവാർഡിന്റെ കുട്ടിയുടെ പിക്ചർ ഉണ്ടല്ലോ അല്ലെ. കാരണം അവിടെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു, അവിടെ പേജിലേക്ക് നാളെ വേണ്ടത് ഇതാണെന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം നമ്മുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടിന്യൂസ് മോഡ് നമ്മളെ എത്ര ചീത്തയാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞിട്ട് ചിത്രം എടുക്കുന്ന എത്ര എണ്ണമുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ അറിഞ്ഞെടുത്ത ഒരു ഫ്രെയിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉടുപ്പുകൊണ്ട് കണ്ണീരൊപ്പുന്നതാണ്. ബാക്കി എല്ലാത്തിലും അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. ചേർത്ത് പിടിക്കുന്നതൊക്കെ നമുക്ക് ഇനിയും വേറെ ഒരുപാട് സമയത്ത് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉടുപ്പുകൊണ്ട് കണ്ണീർ തുടക്കിച്ചിട്ട് ആ കുട്ടിയെ അവാർഡ് കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ് എന്നെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് വിച്ച് വൺ നിങ്ങളുടെ 16 ഫ്രെയിമിൽ ഏത് എന്നുള്ളൊരു ചിത്രം അതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എത്ര ചിത്രം എടുക്കുന്നു എന്നുള്ളതല്ല, കഴിയുന്നത്ര എണ്ണം ഞാൻ കുറച്ചെടുക്കും. പക്ഷെ ആ എണ്ണത്തിൽ ഏത് എന്നുള്ളതിന് ഒരു കാരണം ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റേത് ബാക്കിയുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി എന്നുള്ളതിന് ഒരു കാരണം ഉണ്ടാവും. ഹാൻഡ്ലിങ് സ്ട്രേഞ്ചേഴ്സ് എല്ലാവർക്കും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള ഒരാളുമായിട്ട് എങ്ങനെ ക്ലോസ് ആവും, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളിനെ നമ്മൾ ക്യാമറയായിട്ട് പോയിട്ട് എങ്ങനെ ക്ലോസ് ആവും. നോക്കൂ, വളരെ സ്ട്രേഞ്ച് ആണ് അയാൾ അല്ലെ. അയാളുടെ കണ്ണിൽ അയാളുടെ അപരിചിതത്വമുണ്ട്. ഞാനിത് ട്രാൻസ്പെറൻസിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അറിയാലോ അത് ഭയങ്കര പിശുക്കായിരിക്കും. ഒരു ഫ്രെയിം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ലക്ഷറിയാണ്. ട്രാൻസ്പെറൻസിയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ അപരിചിതത്വമുണ്ട്. 5 മിനിറ്റിനകം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ക്ലോസ് ആയി കഴിഞ്ഞ് എടുത്തതിന് ശേഷമുള്ള ചിത്രം ഒന്ന് നോക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തിളക്കം നോക്കും. അദ്ദേഹം എനിക്ക് വേണ്ടി മീശയൊക്കെ പിന്നെ പിരിച്ച്
രണ്ട് ചിത്രങ്ങളുടെയും കണ്ണുകളിലെ വ്യത്യാസം കണ്ടാൽ മതി. ആദ്യത്തെ ചിത്രത്തിൽ സ്ട്രേഞ്ച്നെസ് കൃത്യമായിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ണുകളിലെ തിളക്കം. ഇത് നമ്മളവിടെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരു റോളും മാറ്റി വെച്ചിട്ട് ആക്ട് ലൈക്ക് ഹിസ് ഫ്രണ്ട്, നമ്മൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും സത്യസന്ധമായിട്ട് ഏറ്റവും വേഗത്തിൽ അയാളുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. എനിക്ക് സാധാരണ ഞാനൊരാളുമായിട്ട് അടുക്കാൻ എനിക്കുള്ള സമയം വളരെ വളരെ കൂടുതലാണ്. ഞാൻ ആളുകളായിട്ട് അടുക്കാൻ ഭയങ്കരമായിട്ട് മടിയുള്ള ഒരാളാണ്. പക്ഷെ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു എക്സാമ്പിളൂടെ കാണിക്കാം. ഇത് ജ്യോതിയുടെ ഉണ്ടാവുമല്ലോ അല്ലെ. ജ്യോതിയും ഞാനും കൂടെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് യാത്ര പോയപ്പോൾ ജ്യോതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അയാൾക്ക് സൂര്യകാന്തി പൂ എടുക്കണമെന്നുള്ളായിരുന്നു. എനിക്ക് സൂര്യകാന്തി പൂവായിരുന്നില്ല, യാത്ര ചെയ്യണമെന്നായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങൾ കണ്ട ഈ സൂര്യകാന്തി തോട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ട ഒരു കാഴ്ച. ഇതാണ്. ഈ സ്ത്രീ പോകുന്നുണ്ട്. ഈ സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഈ സ്ത്രീയെ ഞങ്ങൾക്ക് പരിചയമില്ല, ഈ തോട്ടം ആരുടെയാണെന്നും അറിയില്ല. രണ്ടും നമുക്ക് സ്ട്രേഞ്ച് ആണ്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ആ ചേച്ചിയോട് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ഇതാണ്: എന്ത് കാര്യത്തിന് എൻ്റെ ഫോട്ടോ എടുക്കണം, എന്തിനാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യം. ഇത് കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും അവരുടെ നാടാണ്, അവരെ ഏറ്റവും ഭംഗിയായിട്ട് പിന്നെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നു. അവർ കൺവിൻസ്ഡ് ആയിട്ടില്ല, അവരുടെ ഫേസിലുണ്ട്. അവർക്ക് ഇപ്പോഴും നോക്കൂ, അവരുടെ എക്സ്പ്രഷൻസ് നോക്കൂ, അവർ ചേർന്നിട്ടില്ല. അടുത്ത പിക്ചറിൽ അവരെ പൂവിലൊക്കെ പിടിച്ചു, പക്ഷെ അപ്പോഴും ഒരു അപരിചിത്വം ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില ടെക്നിക്സ് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം എനിക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഞാൻ അത് റിവീൽ ചെയ്യില്ല. ആ ടെക്നിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള രണ്ട് എക്സ്പ്രഷനേക്കാളും ഇസ് ഫാർ ബെറ്റർ അല്ലേ. ഇതൊരു വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം സംഭവിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അവർക്ക് തമിഴല്ലാതെ വേറെ ഒരു ഭാഷ അറിയില്ല, എൻ്റെ തമിഴ് ശരിയാവില്ല. അപ്പോൾ ഇറ്റ് വർക്ക്സ്. ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടാവുന്നു. അവിടെ ഫോട്ടോഗ്രാഫർ അല്ല, അവരുടെ ഒരു മകന്റെ പ്രായമുള്ള ഞാനാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മളവിടെ പിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഫ്രീസ് ദ മൊമെന്റ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ക്രിക്കറ്റിൽ ക്ലീൻ ബോൾഡ് എടുക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ ബാറ്റ് ഒടിഞ്ഞ് തെറിക്കുന്നത് എടുക്കാനായിട്ട് നമുക്ക് ഒരു ചാൻസില്ല. ആഴ്ചയിൽ ഒരിക്കലേക്ക് ഇത് സംഭവിക്കാറുള്ളൂ. സോ അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ പീസാണ് തെറിക്കുന്നത്. ട്രൈ ഫോർ ആൻ അൺയൂഷ്വൽ ആംഗിൾ. നമ്മൾ ബാഡ്മിന്റൺ വലിയ ആക്ഷൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള താരമാണത്. അവരുടെ ഷാഡോ താഴെ വീഴുന്നു. ഏറ്റവും അൺയൂഷ്വൽ ആയ ഒരു ആംഗിളാണ് ട്രൈ ചെയ്തേക്കുന്നത്. ഒരുപാട് സമയം കളിച്ചിട്ടുള്ളൊരു വിക്ടറി മൊമെന്റ് ആണ്. അതിൻ്റെ അകത്ത് അവരുടെ ആക്ഷൻ പിക്ചറിനേക്കാൾ കൂടുതൽ അവരുടെ വിജയത്തിലുള്ളൊരു സന്തോഷം ആണ് എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ. ലാൻഫ്രാൻകോ ഡെറ്റൂരി എന്നാണ് ഈ ജോക്കിയുടെ പേര്. ഈ ജോക്കി കുതിരയിൽ ഓടി ജയിച്ചു കഴിഞ്ഞാൽ കുതിരപ്പുറത്തുനിന്ന് ഇയാൾ എടുത്ത് താഴേക്ക് ചാടും. ഇത് എപ്പോൾ ചാടും എന്നുള്ളതാണ് പ്രശ്നം. ഇയാൾക്ക് എവിടെ വെച്ചും ചാടാം. അപ്പോൾ ഇയാൾ പെഡോക്കിൽ വന്നു കഴിഞ്ഞാൽ കുതിരയിൽ നിന്ന് ഇറങ്ങുകയാണ്. മീൻസ് എല്ലാ ജോക്കികളും കാലെടുത്ത് വളരെ പൊക്കി താഴേക്ക് വെക്കുന്നതിന് പകരം ഇയാളെ കുതിരയിൽ നിന്ന് ഫ്ലൈ ചെയ്യും. ആ ചിത്രത്തിൽ സൂക്ഷിച്ച് കണ്ടാൽ അറിയാം, അതിൽ ആ ചെയിൻ പൊങ്ങിയാണ് നിൽക്കുന്നത്. മീൻസ് അയാളുടെ കാലിൽ നിന്ന് അത് തെറിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു റേസ് ജയിക്കുമ്പോൾ ഇത് ഡെറ്റൂരി ആണെങ്കിൽ യു വിൽ ബി മോർ പ്രിപ്പയർഡ്. നിങ്ങളുടെ ആക്ഷൻ ചിത്രം കഴിഞ്ഞിട്ടില്ല. വേറെ ഏത് ജോക്കി ആണെങ്കിലും ആക്ഷൻ ചിത്രം ഓവർ, അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന ചിത്രത്തോടെ ഓവർ. ഡെറ്റൂരി ആണെങ്കിൽ ഇത് എവിടെ വെച്ച് ഇയാൾ ചാടും, ഇത് എവിടെ വെച്ച് ചാടും എന്നുള്ളത് നമ്മൾ പ്രോപ്പറായി ഫ്രെയിം ചെയ്യുക. യു ഹാവ് ടു മൂവ് അക്കോർഡിംഗ് ടു ഹിസ്. എനിക്ക് പല പ്രാവശ്യം ചിലപ്പോൾ നമ്മുടെ എവേ ഇദ്ദേഹത്തിന്റെ ഫേസ് ചിലപ്പോൾ ക്യാമറയിൽ നിന്ന് എവേ ആയിപ്പോവും, ചിലപ്പോൾ ഫേസ് താഴെ ആയിപ്പോവും, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ എനിക്ക് ആ ലിങ്ക് ഇത് പൊന്തി നിൽക്കുന്നതാണ് എനിക്ക് എന്നെ എൻ്റെ ആക്ഷനായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത്. ഇത് ചിത്രം സംസാരിക്കട്ടെ എന്നുള്ളതാണ്. ഇതാണ് ലാസ്റ്റ് പാർട്ട്. ചില ചിത്രങ്ങൾ കണ്ടാൽ നമുക്കറിയാം അല്ലെ, ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം റെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് കാലുകൊണ്ട് മാത്രം സംസാരിക്കാം. കാല് കണ്ടാൽ അറിയാം നമുക്ക് സംസാരിക്കുന്നു അറിയാം. ഇനി രണ്ട് ചിത്രങ്ങളേ ഉള്ളൂ ഈ സീരീസിൽ. ഈ സീരീസിൽ നിന്നല്ല, ഈ ഒരു ടോക്കിൽ ഞാൻ 2 ചിത്രങ്ങളെ കാണിക്കുന്നുള്ളൂ. കാല് മാത്രമല്ല, നമുക്ക് ഇമോഷൻ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വികാരം എന്ന് പറയുന്നത് ഫേസ് ആണ് അല്ലെ. ഫേസ് ഇതാ സംസാരിക്കുന്നു. ഈ ചിത്രം ഇത് ഞാൻ കാണിക്കാൻ കാര്യം,
ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഇവർ രണ്ടുപേരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ടും അല്ലെങ്കിൽ വ്യത്യസ്ത ആശയം ഉള്ളതുകൊണ്ടുമാണ് ഈ ഒരു ഭാവവ്യത്യാസം എന്നല്ല വിചാരിക്കുക. ശരി, അതേ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ എ കെ ആന്റണിയുടെ അതർ സൈഡിൽ ഇരിക്കുന്നത് സോണിയാഗാന്ധിയാണ്. എ കെ ആന്റണിയുടെ ഫേസ് നോക്കൂ, ഈ സീംസ് അപ്സെറ്റ് അല്ലെ? ആ രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കൂ. അദ്ദേഹം വളരെ ആലോചിച്ച്, വളരെ വിഷമത്തിൽ, വളരെ ആലോചിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ചിത്രം ശ്രീനാരായണ ഗുരുവിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സോണിയാഗാന്ധി ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എടുത്ത ചിത്രമാണ്. ഇത് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. നമുക്ക് SPG ഒരു പ്രോട്ടോകോൾ ഇതനുസരിച്ച് നമ്മൾ വളരെ ഡിസ്റ്റൻസിലാണ്. നമുക്ക് ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവില്ല. തന്നെയല്ല, ഈ സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട് കണ്ടോ ഒരു ബാറൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇത് ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഹെലികോപ്റ്ററിൽ കയറി പോയി. അപ്പോൾ എൻ്റെ ആ ചിത്രം എൻ്റെ ഇല്ല, കാരണം പിന്നിൽ നിന്നുള്ളൊരു ഷോട്ടാണ്. പിന്നെ ഹെലികോപ്റ്റർ ദൂരെ കാണാം. സോണിയാഗാന്ധിക്കൊപ്പം ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും കൂടെയുണ്ട്. എ കെ ആന്റണി മാത്രം ഒരല്പം മാറിയിട്ടാണ് നടക്കുന്നത്. ആ ചിത്രം എൻ്റെ കയ്യിലിപ്പോൾ എനിക്ക് കാണിക്കാനില്ല. എനിക്കത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തെങ്കിലും കിട്ടിയില്ല. എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്, എറണാകുളത്ത് വീട്ടിലാണ്. സോ ഈ യാത്ര കഴിഞ്ഞിട്ട്, ഈ ഹെലികോപ്റ്റർ പോയിട്ട് ഇത് തിരുവനന്തപുരത്ത് ഇറങ്ങിയതിന് ശേഷം എ കെ ആന്റണി ആദ്യം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വൻ പരാജയത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നതാണ് പറഞ്ഞത്. അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ് എടുത്ത ചിത്രങ്ങളാണ്. സോ ഇറ്റ് സ്പീക്സ് അല്ലേ? അത് ഈ ചിത്രമായിട്ട് ഞാൻ ഇതിന്റെ ഒരു ഹോണസ്റ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ചിത്രം മാത്രമായിട്ട് നമ്മൾ പിന്നെ കാണുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആശയവ്യത്യാസത്തിന്റെ, അഭിപ്രായ വ്യത്യാസത്തിന്റെ സിമ്പിളായിട്ട് കാണിക്കാം. പക്ഷെ അതല്ല സത്യം. സത്യം ഇതാണ്. അദ്ദേഹത്തിന്റെ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹം രാജിവെക്കാനുണ്ടായ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ആണ്. എനിക്ക് ആ ഹെലികോപ്റ്ററിന്റെ ചിത്രം കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ് പോകുന്നത്, അതും പിന്നിൽ നിന്നുള്ള, ഞാനൊരു സ്റ്റേഡിയത്തിന്റെ ഏറ്റവും മേളിൽ നിന്നുള്ള സ്റ്റെപ്പിൽ നിന്ന് എടുത്തതുകൊണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പൊ എപ്പോഴും അറിയാലോ, ഹൈറ്റ്, നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ബാക്ക് കാണിച്ചുകൊണ്ടുള്ള ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ പിന്നെ കവിളിൽ നിന്നുള്ള പാട്ടില് പിന്നെ മോഹൻലാൽ പാടത്തൂടെ പോകുന്നതിന്റെ ബാക്ക് ഷോട്ട് നമ്മളെ ഇപ്പോഴും ടച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ഫ്രെയിമിന് ഒരു പാത്തോ ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാഡ്നെസ്. അത്ര ഹൈറ്റ് ഉള്ള, അത്തരം ബാക്കിൽ നിന്നുള്ള ഷോട്ടിന് ഒരു പാത്തോ ഉണ്ട്. ഇതാണ് എനിക്ക് ആ ചിത്രത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നത്. ഞാൻ ഈ ചിത്രം എടുത്തിട്ട് ഞാൻ ഓഫീസിലെത്തി ഫയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അത് വേണ്ട, പിന്നെ CM-ന്റെ വലിയ പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്, CM രാജിവെച്ചു എന്ന് പറയുന്നു. ഇപ്പൊ CM-ന്റെ രാജിവെക്കുന്ന ഒരു പിക്ചർ ഇവർ ഒരിക്കലും ഇവിടുന്ന് പിന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എനിക്ക് പ്രൗഡ്ലി എനിക്ക് പിന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഈ ഒരു ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ആ രാജിക്ക് പറ്റുന്ന ഒരു ചിത്രം അതിന് മണിക്കൂറുകൾക്ക് മുമ്പുണ്ടായത്. This is the thing. Thank you all. ഹാപ്പി ദിവാലി. എന്തെങ്കിലും ചോദ്യങ്ങൾ? ഷിയാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്തായിരുന്നു ആദ്യം ചെയ്തിരുന്നത്, ഇപ്പൊ എന്താ ചെയ്യുന്നത്? അത് ആദ്യം മറന്നു. ഓക്കെ, ഞാൻ ഫോട്ടോഗ്രാഫി എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, സ്കൂളിന്റെ അവസാന കാലത്താണ് എനിക്ക് അതിൻ്റെ ഒരു പാഷൻ വരുന്നത്. ആരും അറിയാതെ, എല്ലാവർക്കും പേടിയായതുകൊണ്ട് വളരെ ഹോബിയൊക്കെ വളരെ സൂക്ഷിച്ച് കൊണ്ടു നടന്നു. ആരും അറിയാതെ കൊണ്ടു നടക്കുകയും കോളേജിൽ അത് എൻ്റെ ഡിഗ്രി കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിസത്തിന് പോയിട്ട് അപ്ലൈ ചെയ്യും. ജേർണലിസ്റ്റ് പഠിച്ചത് റിപ്പോർട്ടർ ആവാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഫോട്ടോ ജേർണലിസ്റ്റ് ആവാനും അല്ലെങ്കിൽ അതിൻ്റെ ന്യൂസിലേക്ക് കുറെ കൂടെ അതിൻ്റെ കണ്ടന്റിലേക്ക് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 97-98 ഞാൻ പിന്നെ മനോരമയിൽ പിന്നെ ട്രെയിനി ഫോട്ടോഗ്രാഫറായിട്ട് ജോയിൻ ചെയ്തു. ദെൻ ഇപ്പോൾ 2006 മുതൽ ഞാൻ പിന്നെ ദുബായിൽ ഖലീജ് ടൈംസിന്റെ ഫോട്ടോഗ്രാഫറാണ്. അതാണ് ഫോട്ടോഗ്രാഫിയിലെ എൻ്റെ ജേർണി. പിന്നീട് എന്തെങ്കിലും ഈ ഫോട്ടോ ജേർണലിസ്റ്റിൽ ലക്ക് വലുത്
കാര്യമാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ലക്ക് ഈ പടങ്ങൾ തന്നെ അത് സംസാരമുണ്ട്, അത് വേറെ കാര്യം. ലക്ക് ഒരു 50% നമ്മുടെ ഒരു ഹാർഡ് വർക്കും ബാക്കി 50% നമ്മുടെ ഒരു അലേർട്ട്നെസ്സും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ലക്ക് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഈ അലേർട്ട്നെസ്സും ഹാർഡ് വർക്കും ഇല്ലാതെ നമ്മൾ ലക്ക് നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ടാവും, പക്ഷെ നമ്മൾ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ലക്ക് അതിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് ലക്ക് അതിലേക്ക് പോകുന്നുണ്ടാവും, പക്ഷെ അലേർട്ട്നെസ് അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ സൂട്ടായി പിന്നെ ഒരു വരുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ബി റെഡി. നമ്മളത് അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു മൊമെന്റ് ആണ് അതിനു വേണ്ടി ഇരിക്കേണ്ടത്. ആ മൊമെന്റ് എപ്പോന്ന് അറിയില്ലല്ലോ. സോ എവറി സെക്കൻഡ് നമ്മളിങ്ങനെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത് ഇത് പിക്ചറാണോ, ഇത് പിക്ചറാണോ, നോ യെസ്, അല്ലെങ്കിൽ അപ്പൊ ഈ നോ യെസ് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുന്നത്. എപ്പോഴും എന്തുകൊണ്ട് ഇത് പിക്ചർ ആവുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പിക്ചർ ആവുന്നില്ല എന്നുള്ള ചോദ്യം എപ്പോഴും ഇങ്ങനെ നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇത് എടുക്കൂ, എന്തിനാ എടുക്കുന്നത്? അപ്പൊ എന്തിനാണ് ഒരു പിക്ചർ എടുക്കുന്നതെന്ന് അറിയാതെ പിക്ചർ എടുക്കുന്നതിനോട് എനിക്ക് വലിയ ഇഷ്ടമില്ല. അത് എന്തിനാണെന്ന് അറിയണം, അറിഞ്ഞു തന്നെ എടുക്കണം, അറിഞ്ഞെടുത്താലേ അത് പിക്ചർ ആവുള്ളൂ. ഓക്കെ, നമ്മുടെ കാണികളോട് എന്തായാലും ഷിഹാബിനോട് ചോദ്യങ്ങൾ ഇരിക്കാം. വരട്ടെ. അത് ചോദിക്കാം. നമ്മളെപ്പോഴും ഒരു പിന്നെ ഫോട്ടോ ജേർണലിസം ആകുമ്പോൾ അത് ഹ്യൂമൻ എലമെന്റ് അല്ലോ, ഒരുവിധം എല്ലാ ഫോട്ടോസും മീൻസ് ഒരു മെജോറിറ്റി ഫോട്ടോസിലും ഹ്യൂമൻ എലമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഇവിടെയൊക്കെ ബേസിക്കലി ഇൻ യൂറോപ്പൊക്കെ ഒരു ഹ്യൂമൻ എലമെന്റ് നമ്മളൊരു ഫ്രെയിമിൽ ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു കൺസെന്റ് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പം അത് എത്രത്തോളം പിന്നെ സക്സസ് പ്രാവർത്തികമാണ് ഇൻ ഫോട്ടോ ജേർണലിസം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ തരാൻ പറ്റും. കാരണം ചിലത് എത്രത്തോളം മാൻഡേറ്ററി ആണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളം നമ്മുടെ രാജ്യത്തും കമ്പയർഡ് ടു ദി അതർ കൺട്രീസ് അത് എത്രത്തോളം പ്രാവർത്തികമാണ്, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചൊരു നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ US-ലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിൽ മറ്റേ പെന്റഗണിന്റെ പിക്ചർ മാത്രം പിന്നെ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഹ്യൂമൻ ലൈഫ് വളരെ കുറവാണ്. ഒന്നാമത് ഒരുപാട് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് വരുന്ന പിക്ചേഴ്സാണ്. സോ ഈ പറയുന്ന എലമെന്റ് വളരെ സെൻസിറ്റീവാണ്. ഈ പറയുന്ന റീജിയണിലെല്ലാം വളരെ സെൻസിറ്റീവാണ്. എവറിത്തിങ് ഓക്കെ ആവുന്നത് ഇന്ത്യയിലാണ് അല്ലേ? എല്ലാം ഇനിയിപ്പോ അതിൻ്റെ ഒരു ഇപ്പൊ ഒന്നും വേണ്ട, അമേരിക്കയിലും യൂറോപ്പിലും ഒരു ഫോട്ടോഗ്രാഫർ ഒരു പുസ്തകം ഇറക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോട്ടോഗ്രാഫർ എന്നല്ല പറയാം, ഓതർ എന്നാണ് പറയാം. ആ റെസ്പെക്ട് അതേസമയം അതർ പാർട്ടിക്കുണ്ട്. അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് ഇതെന്റെ പ്രൈവറ്റ് മൊമെന്റ് ആണ് എന്ന് അദ്ദേഹം ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വളരെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ സ്ട്രോങ് റീസൺസ് ഉള്ള ഒരു പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് ഇതൊരു പബ്ലിക് ഇഷ്യൂ ആണെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചറിന് മാത്രമാണ് അത്തരം സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ വളരെ വളരെ ഇതായിട്ട് അദ്ദേഹം എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല യൂറോപ്പിൽ നിന്ന് പിക്ചർ എടുക്കാൻ പറ്റുന്നു. ഇറ്റ്സ് സോ സെൻസിറ്റീവ്. എനിക്കറിയാം. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെന്റ് പിന്നെ നിങ്ങളുടെ ഈ ഫോട്ടോ ജേർണലിസം പിന്നെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? മീൻസ് ആരെങ്കിലും ഒരു സ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? കൺസെന്റ് ഇല്ലാത്തതിന്റെ പേരിൽ സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു റീസൺ അതിന്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ആൾക്ക് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ എൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് അത് ഞാനെങ്കിലും കൺവിൻസ്ഡ് ആവണം ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഞാൻ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കയറുന്നുണ്ട്, പക്ഷെ ആ പ്രൈവറ്റ് സ്പേസിന്റെ റീസൺ ഇതാണ് എന്നുള്ളത് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ എൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ആൻസറിലൂടെ അല്ലെങ്കിൽ ഒരു റിപ്ലൈയിലൂടെ എനിക്കത് കൺവിൻസ്ഡ് ആക്കാൻ പറ്റണം. എന്നാലും കൺവിൻസ്ഡ് ആവാത്ത ആളുകളുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് അറിയാം ഒരു ഫോട്ടോ ജേർണലിസം എന്നുള്ളൊരു പുറകെ ഇങ്ങനത്തെ ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് അവർ ഷൂട്ട് ചെയ്തിട്ട് അത് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉള്ള കുറെ ആളുകളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഷിയാബൊക്കെ ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് ബേസിൽ ഉണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഓർഗനൈസേഷണൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ബേസിൽ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പൊതുവെ ഇത് പബ്ലിഷ് ചെയ്യപ്പെടുക.
അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ, പ്രത്യേകിച്ചും ട്രാവൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു അവസ്ഥ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറഞ്ഞത്? അപ്പോ അതിനകത്തുള്ളൊരു ഒബ്ജക്റ്റ് എഗ്രി ചെയ്യാത്തോണ്ടാണോ അതോ എന്തായിരുന്നു എന്റെ റീസൺ? പ്രത്യേകിച്ചും യൂറോപ്പിലൊക്കെ തന്നെ നമ്മൾ പിന്നെ ഫോട്ടോസ് എടുത്തിട്ട് നല്ല നല്ല മൂമെന്റ്സ് പിന്നെ ക്യാപ്ചർ ചെയ്തിട്ട് അതൊരു പ്രത്യേകിച്ച് ആളുടെ അടുത്തുള്ള കൺസെന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു, പ്രത്യേകിച്ചും പിന്നെ പബ്ലിക് മീഡിയയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇങ്ങനത്തെ പബ്ലിക് മീഡിയയിൽ അടക്കം നമുക്കൊരു ഷോക്കേസ് ചെയ്യാൻ പറ്റും, നമുക്കൊരു വർക്ക് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ശരിയാണ്. അതില് രണ്ട് കാര്യം, ചില സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരാളുടെ ഉദാഹരണത്തിന് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക, നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ സമ്മതിക്കുന്നു. നമ്മൾ അടുത്ത സെക്കൻഡിൽ നമ്മളൊരു കൺസെന്റ് പേപ്പർ കൊടുക്കുകയാണ്, നിങ്ങൾ ഇതിനകത്തൊന്ന് സൈൻ ചെയ്യോ എന്ന് ചോദിച്ചാൽ അയാൾ അപ്പൊ പറയും ഫോട്ടോ എടുക്കണ്ടെന്ന് പറയും. ശരിയാണ്, വളരെ ശരിയാണ്. അല്ലെ, നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ സിഗ്നേച്ചർ എന്തോ കുഴപ്പമുണ്ട്, അത് എങ്ങനെയെങ്കിലും അത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്ന് ചെയ്തിട്ട് നമ്മൾ പറയും വേണ്ട എന്ന് പറയും. യൂറോപ്പില് അല്ലെങ്കിൽ ഈ പറയുന്ന സെൻസിറ്റീവ് സോണില് അവരുടെ പ്രൈവസിക്ക് എന്തിന് ആളിനെ വിട്ടേക്കും, അവരുടെ ഒരു പെറ്റ്സിനെ എടുത്ത് നോക്കും, സമ്മതിക്കില്ല. നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഒരു പെറ്റ് നമ്മളെ നോക്കുമ്പോൾ അതൊരു പെറ്റ് ഡോഗാണ്, അതിന് അതിന്റെ റൈറ്റ്സ് ഉണ്ടെന്ന് അവർ വാദിക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്, എനിക്കറിയാം. പക്ഷെ അത് ആ സമയം അത് ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള സാധനം, ജസ്റ്റ് ഗോ വിത്ത് എ ഹലോ വിത്ത് എ ഗ്രേറ്റ് സ്മൈൽ. പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, പല ആളുകൾക്കും ഈ ചിത്രം എടുക്കണമെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അവരവിടെ പോകുന്ന ഫോട്ടോഗ്രാഫർ ആയിട്ടാണ്. ഈ ക്യാമറയിൽ ഇത് എങ്ങനെ ഇവരോട് ചോദിച്ചിട്ട് ഇവർ ഓക്കെ വാങ്ങി എത്ര പെട്ടെന്ന് ഈ പിക്ചർ എടുക്കാം എന്നുള്ളതാണ് ഇവര് ഇത് ചെയ്യുന്ന സാധനം. ആ കാര്യം പാടെ കട്ട് ചെയ്യുക, വളരെ കാമായിട്ട് പോയി, വളരെ ഹോണസ്റ്റ്. ആ ഹോണസ്റ്റി നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു പകുതി പ്രശ്നങ്ങൾ മാറും. ഇപ്പൊ ഞാൻ പോർട്രേച്ചർ എന്ന് പറയുന്നിട്ട് ഒരു ബുക്ക് ഞാൻ റിലീസ് ചെയ്തു ഇവിടെ. അത് പിന്നെ യു എ നിന്നാണ് എടുത്തിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം യു എ നിന്നുള്ള സ്ട്രീറ്റ് പോർട്രേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇഷ്യൂ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. അതായത് സ്ത്രീകളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരാളിന്റെ ഫോട്ടോ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് പാസ് ചെയ്യുന്നത് മതി. അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫിനാൻഷ്യൽ ഫൈൻ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ പ്രൈവസി പിന്നെ റെസ്പെക്ട് ചെയ്യുന്നത് വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ ഒരാളുടെ നിന്ന് പോലും ഒരു പേപ്പർ എഴുതി വാങ്ങിച്ചിട്ടില്ല. അത് ഞാൻ അപ്രോച്ച് ചെയ്ത ആളുകൾ സാധാരണക്കാരും ഉണ്ട്, വലിയ ഓപ്ഷനിലൊക്കെ പങ്കെടുക്കാൻ വന്നു. ഇപ്പൊ കോടിക്കണക്കിന് രൂപ വിലയുള്ള അമ്പും വില്ലും ഒക്കെ ലേലത്തിൽ വെക്കാൻ വന്ന വലിയ ആളുകളുണ്ട്, ആന്റിക് സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടും നമ്മുടെ ഒരു അപ്രോച്ച് കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. എന്നോട് വളരെ കുറച്ച് ആളുകൾ നോ പറഞ്ഞിട്ടുള്ളൂ. നോ പറഞ്ഞതിന്റെ പ്രധാന റീസൺ പ്രൈവസി ആയിരുന്നില്ല, അവരുടെ നാണമായിരുന്നു പ്രശ്നം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കമ്പൽ ചെയ്താൽ അവർ സമ്മതിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ കണ്ട ജസ്റ്ററിലേക്ക്, നേരത്തെ കണ്ട എനർജിയിലേക്ക് ഈ നാണക്കാരനെ കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ട്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇയാളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിച്ചിട്ട് കാര്യമില്ല. എനിക്ക് നേരത്തെ കണ്ട ആ മൂഡിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞതാണ്. അപ്പം നമ്മുടെ അപ്രോച്ച് ഒരു വലിയ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലായിടത്തും അല്ല, പലയിടത്തും പിന്നെ വർക്ക് ചെയ്യും. പലയിടത്തും നമ്മുടെ ആവശ്യം വളരെ ഹംബിളായിട്ട് നേരെ പിന്നെ പറഞ്ഞു നോക്കുക. എന്തിനാണ് ഇയാൾ ഈ പിക്ചർ എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ദുരൂഹത ഉണ്ടാവരുത് ആൻസറിൽ. ഞാൻ വെറുതെ എടുക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ കുഴപ്പം കാണുന്ന ആളുകളുണ്ട്. അതെന്തിനാ വെറുതെ, നിങ്ങളിവിടെ ബാക്കി ഒരുപാട് പേരില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചില ആളുകളെ നമുക്ക് പിക്ചർ എടുക്കാൻ തോന്നുന്ന ആളുകളെ കാണും. പക്ഷെ നമുക്കറിയാം ഇയാൾ ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നറിയാം. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഞാൻ അവിടെ ഒരു ആംബിയൻസ് ഉണ്ടാക്കും. ഐ എം ഇൻട്രസ്റ്റഡ് ഓൺ പീപ്പിൾസ് ഫേസ് എന്നുള്ളൊരു സംഭവം ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ മറ്റാളുകളുടെ പിക്ചേഴ്സ് എടുത്തു. അതായത് പിക്ചറിന് പോർട്രേറ്റ് എടുക്കുന്നത് വില്ലിങ് ആവുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അവരെ ഞാൻ എടുത്ത് ഞാൻ അവിടെ എന്റെ കണ്ണ് മുഴുവൻ ഇയാൾ പോകുന്നുണ്ടോ എന്നുള്ളതായിരിക്കും എന്റെ കണ്ണിൽ, അത് കാര്യം വേറെ. എന്നിട്ട് ഞാൻ പതുക്കെ ഇയാൾക്ക് നോ പറയാനുള്ള ചാൻസസ് ഞാൻ അവിടെ കുറച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇയാൾ എല്ലാവരുടെയും എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ന്യായമായും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ മാത്രം എടുക്കുന്നത്? അതിലിപ്പോ സ്ത്രീ ആയിരിക്കാം, നിങ്ങൾ എന്തിനാ ഇത്രയും പേരുടെ ഇടയിൽ എന്നെ എങ്ങനെ എന്ന് പറയുന്നത് അവർക്ക് ആദ്യം ഫേസ് ചെയ്യാനുള്ള ഒരു ചമ്മലായിരിക്കും ഈ പറയുന്ന റെസിസ്റ്റൻസ്. രണ്ടാമത് അവർക്ക് നോ എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടാവും. സോ അത് മാറ്റിയെടുക്കാൻ പല ടെക്നിക്ക് ഡിപ്പെൻസ് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. ഒരുവിധമൊക്കെ അത് വർക്ക് ചെയ്യും, പക്ഷെ എല്ലായിടത്തും പ്രാക്ടിക്കൽ അല്ല. I know that. Yeah, thanks.
ഷിഹാബേ, ആ. ഷിഹാബ് കേരളത്തില് കുറെ കാലം മനോരമയിലെ പ്രസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദുബായിൽ കലീസ് ടൈംസിലായി. ഇതിനകത്തൊരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എവിടെ വർക്ക് ചെയ്തപ്പോഴാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്? എനിക്ക് രണ്ടിനും എന്നെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കേരളത്തിൽ എനിക്ക് അറിയാവുന്ന ആളുകളും നമുക്ക് അധികം ഹോംവർക്ക് ചെയ്യേണ്ടി വരില്ല. ഇറ്റ്സ് സോ ഈസി. നമുക്ക് അറിയാവുന്ന ആളാണ്, നമുക്ക് ആക്സസ് എളുപ്പമാണ്, നമുക്ക് ആളുകളുടെ കാര്യങ്ങളിലേക്ക് എത്താൻ എളുപ്പമാണ്, നമുക്ക് അവിടെ കൃത്യമായിട്ട് അവർക്കറിയാവുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെയുള്ള പല ആളുകളും പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് ഈ പത്രത്തിന്റെ പേര് പോലും അറിയാത്ത ആളുകളുണ്ടാവും, ഇംഗ്ലീഷ് അറിയാത്ത ആളുകളുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു ഇന്റർനാഷണൽ ഗോൾഫ് ആദ്യം കവർ ചെയ്യുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ഏറ്റവും സെൻസിറ്റീവായ ഗെയിമാണ് ഗോൾഫ്. നിങ്ങളുടെ ആക്ഷൻ ഫോട്ടോയ്ക്ക് ഒരു പ്രസക്തിയില്ല. ആ പ്ലെയറിനാണ് ഇമ്പോർട്ടൻസ്. ആ പ്ലെയറിന് നിങ്ങളുടെ ഷട്ടറിന്റെ സൗണ്ട് കേട്ടാൽ, ഇപ്പോൾ ഒരിക്കൽ എനിക്കൊരു പ്ലെയറിനെ അറിയാം, അദ്ദേഹത്തിന്റെ റാങ്കിങ് വളരെ താഴെയാണ്, പക്ഷേ ഈസ് എ വെരി അഗ്രസീവ് ടു ദ ഫോട്ടോഗ്രാഫേഴ്സ്. എവിടെയെങ്കിലും ഷട്ടറിന്റെ സൗണ്ട് കേട്ടാൽ ഇയാൾ ഇട്ടിട്ടോ. അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹം അവിടെ ഹാളിൽ നിൽക്കുകയാണെന്ന് അറിയാം. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കൂടെ ചിത്രം എടുക്കുന്ന ആൾക്ക് ഇത്ര റിസർച്ച് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അയാളുടെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇയാള് ബോളിങ്ങിനെ എടുക്കുന്ന സമയത്ത് ഇവൻ ക്ലിക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ഇയാൾ അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്തു. ഗോൾഫിലെ ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഷുഡ് നോട്ട് മൂവ്. അവർ അവിടെ പൊസിഷൻ ചെയ്തോളണം. ഈ പ്ലെയർ മൂവ് ചെയ്ത് കഴിഞ്ഞാലല്ലാതെ പ്ലെയർ എത്തുന്നതിന് മുന്നേ നമ്മൾ അവിടെ വരണം, പിന്നെ നമ്മളവിടെ പ്ലേസ് ചെയ്യണം. ഈ പ്ലെയർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇയാള് 2 ക്രൈം അറ്റ് എ ടൈം ചെയ്തു. ബോൾ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഷട്ടർ അടിച്ചു, അതും കണ്ടിന്യൂസ് മോഡ്, ദെൻ അയാൾ മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് കാണാം ഇങ്ങനെ എന്തോ ഒന്നിങ്ങനെ പാസ് ചെയ്യുന്ന പോലെ തോന്നും. ഇയാള് ബോൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ നോക്കുമ്പോൾ ഈ നേരത്തെ ചിത്രം എടുത്ത ആള് പോയി. ഇയാൾ എന്റെ നേരെ വന്നിട്ട് പറയാം, ഐ ക്യാൻ ഹിയർ യു എന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയം ഞാൻ എന്റെ ക്യാമറ എന്റെ ഹുഡ് ഞാൻ എന്റെ ഷൂസിലേക്ക് വെച്ചേക്കാണ്. ഞാൻ ഇങ്ങനെ മുട്ട് മടക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചിത്രം എടുത്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് കൺവിൻസ്ഡ് ആയി. പക്ഷെ ആ ഏരിയ സൗണ്ട് വന്നുകൊണ്ട് ഇറ്റ്സ് സോ മനസ്സിലായോ, നമ്മൾ അവിടെ ചെയ്യാത്ത അല്ലെങ്കിൽ അവിടെ ശീലിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുതിയൊരു ടെറൈനിൽ വരുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞത്, ഒരാളിന്റെ ഇന്റർവ്യൂ പിക്ചറാണ്, ജസ്റ്റ് നമുക്ക് അയാളുടെ ഒരു പോർട്രേറ്റ് വേണം, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. പോകുന്ന ആളുടെ റിസർച്ച് ചെയ്യാനൊന്നും സമയമില്ല. ഓൺ ദ വേയിൽ ഞാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് വഹീദ് സെക്കൻഡ് നെയിം ഞാൻ വിട്ടു, ഒരു ഈജിപ്ഷ്യൻ ഫിലിം മേക്കറാണ്. അദ്ദേഹം അവിടെ ഫിലിം എടുത്തിട്ട് 16 കൊല്ലം വെയിറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ സിനിമ റിലീസാവാൻ. കാരണം അവിടുത്തെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു സറ്റാറാണെന്ന് ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് വന്നാലും ശരി ഇദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യില്ല. പക്ഷെ 16ാമത്തെ വർഷം അയാൾ ആ സിനിമ റിലീസ് ചെയ്തു. അദ്ദേഹത്തിന് ഫിലിം ഫെസ്റ്റിവല് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുകയാണ്, ബെസ്റ്റ് ഫിലിം മേക്കർ ഓഫ് ദി സെഞ്ചുറി, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വേണം. ഇത് അറിയാതെ നമുക്ക് പോയിട്ട് കാര്യമില്ല. ചെന്നപ്പോ ഈ മനുഷ്യൻ വളരെ ടയർഡായിട്ട് ഒരു വേറൊരു മാഗസിന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തിട്ടാണ് എന്റേതാണ് പിക്ചർ എടുക്കാനായിട്ട്. ആ ലേഡിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ആ റിപ്പോർട്ടർക്ക് എന്തോ ഒരു ഫോൺ വരികയും അവർ ആ ഫോണിലേക്ക് പോയപ്പോൾ ഈ മനുഷ്യൻ വാക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ചിട്ടാണ് ഇരിക്കുക. ഈ വാക്കിംഗ് സ്റ്റിക്ക് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു മൊമെന്റ് കിട്ടി. 16 വർഷത്തെ കാത്തിരിപ്പിന് ഏറ്റവും നല്ല പിക്ചർ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് അതാണ്. അദ്ദേഹം പോസ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെടുക്കാൻ പറ്റുന്നത്. അത് ഈ ഒരു റിസർച്ചിന്റെ ഒരു ത്രില്ലുണ്ട്. നേരെ മറിച്ച് നാട്ടിലാണെങ്കിൽ എനിക്കറിയാം അല്ലെ, നമുക്ക് ഇന്നയാളെ കുറിച്ച് അറിയാം, അത് എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, എല്ലാവരും ആ ഒരു ഫോക്കസിൽ കൂടെ കാണാൻ ശ്രമിക്കും. ഇവിടെ ആളുകളുടെ ഡിഫറൻസ് കുറച്ചുകൂടെ നമ്മൾ അക്കാഡമിക്കലി നമ്മൾ പിന്നെ റിസർച്ചിന് പോകും, കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ലോകത്തിൽ കാണണമെന്ന് പരിചയപ്പെടണമെന്നും ആഗ്രഹമുള്ള 2 ഫോട്ടോഗ്രാഫേഴ്സ്, 3 പേര്, ഒരാൾ ഇന്ത്യയിലുണ്ട്, പിന്നെ ഡിഗ്രായി ഇന്ത്യയിലുണ്ട്, ബാക്കിയുള്ള 2 പേര്, ഒന്ന് സ്റ്റീവും രണ്ടാമത്തത് ജെയിംസ് നാച്ചുവേ ആയിരുന്നു. 2 പേരെയും എനിക്ക് ഇവിടെ അവരുടെ ഒപ്പം പോകാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോഴാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ അവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് വളരെ ചെറിയൊരു സ്ഥലമായതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ അവരുമായിട്ട് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ആ ഒരു വ്യത്യാസം എനിക്കുണ്ട്. അത് അല്ലാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷന്റെ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ വാട്ട് എവർ എന്തെടുത്തു കഴിഞ്ഞാലും ആ പിക്ചറിൽ ഞാൻ കൊടുക്കുന്ന എഫേർട്ടിൽ അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈസ് ഇറ്റ് എക്സ് ഓർ വൈ. ഇത് പബ്ലിഷ്ഡ് ആണെങ്കിലും അൺപബ്ലിഷ്ഡ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്.
ഷെയ്ഫ് സാർ, ഇപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വളരെ നന്ദി. കൂടുതൽ സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും, കാരണം ഇതൊരു വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. കുറെ ലീഗലായിട്ടും എത്തിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പം ഷെയ്ഫ് സാർ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഫേസ്ബുക്കിൽ ഇത് ലൈവ് പോകുന്നുണ്ടായിരുന്നു, അതിന്റെ കമന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് അവിടെ ഇന്ററാക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇപ്പം ഈ സെഷനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റുകൾ ചോദിക്കുക. അപ്പം പിന്നീടാണെങ്കിലും ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ദിവസം നോക്കി അത് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു നല്ല വെന്യൂ ആണ് തീർച്ചയായിട്ടും. അപ്പം ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫോട്ടോ മ്യൂസിയം ഇതുവരെ സത്യത്തിൽ ഒരു ഇങ്ങനെ ഫോട്ടോ ജേർണലിസം ആ ഒരു ആംഗിളിൽ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ ചെയ്തിട്ടില്ല. കൂടുതലും ഫൈനാർട്ട് ലെവലിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. താങ്ക് യു. വീണ്ടും ഇത് തന്നെ ചെയ്യണം, കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ഡോക്യുമെന്ററിയും സ്പെസിഫിക് ആയിട്ടോ. ഇതെനിക്കറിയാം ഇപ്പം നമ്മളെല്ലാം കവർ ചെയ്താണ് പോയിരിക്കുന്നത്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയി മറ്റു പല ഏരിയകളും ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ നമുക്ക് അങ്ങനത്തെ ക്ലാസ്സുകൾ വീണ്ടും സെറ്റ് ചെയ്യാം, വീണ്ടും നമുക്ക് ചെയ്യാം. Definitely. Okay. Thank you very much. Thank you very much for the presenter. Thank you very much for all the participants. Thank you. അപ്പം ഒക്കെ ഈ ലൈവും റെക്കോർഡിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും ആഴ്ച അടുത്തൊരു മെൻറ്ററോട് കൂടി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Shihab, thank you very much. വളരെ സന്തോഷം വിജു.